السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ الذي لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياج إليه. കഴിഞ്ഞ ബുഗിയത്തുൽ മുസ്തഫീദിൻ്റെ ദർസിൽ കുത്തുബാനിയത്തിൻ്റെ വിശദീകരണമായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ കുത്തുബാനിയത്തിലെത്തിയതിനെക്കുറിച്ചും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുത്തുബാനിയത്തുൽ ഉലമാ എന്ന മക്കാമിൻ്റെ വിശദീകരിച്ചൊരു വിവരണം ആയിരുന്നു മഹാനവറുകൾ നൽകിയിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ച ഭാഗമാണെന്ന്. അപ്പോൾ ഇന്നും കുറച്ച് ദൈർഘ്യമുള്ള വിശദീകരണം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ മലയാളം മാത്രമേ വായിക്കുന്നുള്ളൂ. കാരണം അടുത്തൊരു ദർസിലേക്ക് അത് മാറ്റാനില്ല, പകുതിയായി പോയാലോന്ന് കരുതിയിട്ട്. മാത്രമല്ല ഇന്നത്തെ ചർച്ചയിൽ കുത്തുബാനിയത്തുൽ ഉലമാ എന്ന മക്കാമും അതിനുശേഷം അതിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഖത്മിയ്യത്ത് എന്നുള്ള മക്കാമും പിന്നെ ഖത്മുൽ ഔലിയ എന്നുള്ള അതിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഖത്മുൽ ഔലിയ എന്നുള്ള മക്കാമും അതിനെക്കുറിച്ചൊക്കെ ഇന്ന് വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുത്തുബുൽ മക്തൂം എന്ന മറക്കപ്പെട്ട വലിയ എന്നുള്ള മക്കാമ് അതിനെക്കുറിച്ചാണ് ജവാഹിറുൽ മഅനിയിലും അതുപോലെ പിന്നെ കിതാബുൽ ജാമിയിലൊക്കെ ചർച്ച ഉള്ളത്. ഇതിലും മിനിയത്തുൽ മുരീദിലും കുത്തുബുൽ മക്തൂം എന്ന ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. എന്നാൽ കുത്തുബുൽ മക്തൂം എന്ന മക്കാമിൻ്റെ ഉള്ളിൽ ഉള്ളത് തന്നെയാണ് ശരിക്ക് ഖത്മുൽ വിലായ എന്നുള്ള മക്കാമും. അപ്പം അതിനെ വേറൊരു ചർച്ച നടത്താത്തത് കൊണ്ട് അത് ഇതിൻ്റെ തന്നെ അറബി ബിൻ സാഹിദങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കുത്തുബാനിയത്തുൽ ഉലമാ വിശദീകരിക്കുന്ന സമയത്ത് തന്നെ എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ കുത്തുബാനിയത്തുൽ ഉലമാ എന്നുള്ള മക്കാമും ഖത്മുൽ ഔലിയ എന്നുള്ള മക്കാമും അതുപോലെ കുത്തുബുൽ മക്തൂം എന്നുള്ള മക്കാമും ഈ മക്കാമുകളൊക്കെ വേറെ ആണ് എന്ന് മനസ്സിലാക്കി തരാനും അതൊക്കെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ്. ഇനി ശൈഖ് അവറുകൾ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ചില മറുപടികൾ ഇങ്ങനെ കാണാം. അതായത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നൽകിയ മറുപടികളിൽ ഇങ്ങനെ കാണാം. കുത്തുബുൽ അഖ്താബിൻ്റെ സവിശേഷതകൾപ്പെട്ടതാണ് സൽബ് എന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വം. സൽബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഉന്നതരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെങ്കിലും അവർക്ക് ആ ഒരു അവസ്ഥ സ്ഥിരമായി നിലനിൽക്കണമെന്നില്ല. ഒരു ആരിഫാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മക്കാമിൽ നിലനിൽക്കാൻ സാധിക്കണമെന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് വന്ന എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ടോ അദ്ദേഹത്തിൽ വന്ന ഒരു അദബ് കൊണ്ടോ അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു മക്കാമ് തിരിച്ചെടുത്ത് കളഞ്ഞെന്ന് വരാം. അദ്ദേഹം ഒന്നുമല്ലാതായി എന്ന് വരാം. മാരിഫത്തിൽ ഉന്നതമായ പദവികളെത്തിയതിനു ശേഷം സാധാരണക്കാരെക്കാളും താഴ്ന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയി എന്ന് വരാം. വിലായത്തിൻ്റെ ഉന്നതമായ ദർജയിലെത്തിയതിനു ശേഷം വിലായത്ത് എടുത്തു കളയപ്പെടുകയും അങ്ങനെ സാധ്യതയുണ്ട്. എന്നാൽ കുത്തുബാനിയത്തുൽ ഉലമാ എന്നുള്ള മക്കാമിൽ ആരെങ്കിലും എത്തിയാൽ അവിടുന്ന് ആ ഒരു വ്യക്തിക്ക് ആ അനുഗ്രഹം തിരിച്ചെടുക്കപ്പെടില്ല. കാരണം അദ്ദേഹം ആ കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകരക്കാരനായി ഖലീഫയായി നിലകൊള്ളുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. കുത്തുബാനിയത്തിലെത്തിയ ഒരു മനുഷ്യന് അനുഗ്രഹം പിൻവലിക്കപ്പെടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ നമ്മൾ അവരെ പേരിൻ്റെ കൂടെ റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയാറില്ല, അല്ലെങ്കിൽ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് എന്നൊന്നും പറയാറില്ല. സാധാരണ പറയാറില്ല. പറഞ്ഞു വെച്ച് തെറ്റൊന്നല്ല. എന്തുകൊണ്ടാണ് സാധാരണ പറയാറില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല അവരുടെ അന്ത്യം എങ്ങനെയാണെന്ന്. ഈ ഒരു അസംഷനിലാണ്. കാരണം ആർക്കും അവരുടെ ആ ഒരു അനുഗ്രഹം തിരിച്ചെടുക്കപ്പെടാമെന്ന കാരണം കൊണ്ട്. അതേസമയം മരിച്ച ആളുകളെ സംബന്ധിച്ച് അവർ നല്ല അവസ്ഥയിലാണ് മരിച്ചതെങ്കിൽ നമ്മൾ പറയാറുണ്ട്. കാരണം അവർ ആ നല്ല മരണത്തിൻ്റെ സൂചനകൾ മനസ്സിലാക്കി
റളിയല്ലാഹു അൻഹും അവർ നല്ല അള്ളാഹിൻ്റെ അടുത്ത് തൃപ്തിപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറയാറുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഖുത്ബാനിയത്തുൽ ഉദമ എന്ന മഖാമിലെത്തിച്ച ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം എന്നാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത്. കാരണം അവർക്കൊരിക്കലും പിന്നെ ഈ ഒരു മഖാമ്, ആ ഒരു ആത്മീയമായ അവസ്ഥ അവരുടെ അടുത്ത് നിന്ന് തിരിച്ചെടുക്കപ്പെടാത്ത ഒന്നുള്ളതുകൊണ്ട് അവർ മരിക്കുന്ന സമയത്തും അതിനേക്കാൾ ഉയർന്നൊരവസ്ഥയിൽ മാത്രമേ അവർ മരിക്കുള്ളല്ലോ. അപ്പം ഈ ഖുത്ബാനിയത്തുൽ ഉദമ എന്ന മഖാം എത്തിച്ചവർക്ക് സൽബ് സംഭവിക്കൂല. അതായത് അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടൂല. എന്നാൽ ഇസ്മുൽ ആദം ഉള്ളവർക്കും അല്ലെങ്കിൽ പരിപൂർണനായ ഒരു ഷെയ്ഖ് ഉത്തരവാദിത്തം ഏറ്റെടുത്തവർക്കും ഇതിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. എല്ലാ ഔലിയാക്കന്മാർക്കും സംരക്ഷണം ലഭിക്കില്ല എന്നല്ല. പിന്നെ ഒരു പരിപൂർണനായ ഷെയ്ഖ്, കാമിലായ ഒരു മുർഷിദിൻ്റെ കീഴിൽ നിൽക്കുന്ന മുരീദന്മാരാണെങ്കിലും അവർക്ക് അവരുടെ അനുഗ്രഹങ്ങൾ എടുത്തു കളയപ്പെടില്ല. കാരണം ആ ഷെയ്ഖിൻ്റെ ശിക്ഷണത്തിലാണ്. ആ ഷെയ്ഖിലൂടെയാണ് മുരീദന്മാർക്ക് എല്ലാ കാര്യങ്ങളും എത്തുക. മുരീദന്മാരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ ആ ഷെയ്ഖ് തിരുത്തും ആ കാരണം കൊണ്ട്. എന്നാൽ മുരീദന്മാർ ആ ഷെയ്ഖിൻ്റെ കീഴിലാവുമ്പോൾ അങ്ങനെ സംഭവിക്കുള്ളൂ, കീഴല്ലെങ്കിൽ അത് സംഭവിക്കില്ല. അതുപോലെ ഇസ്മുൽ ആദമിൻ്റെ മഖാം എത്തിച്ചവരും അതിനെ അറിഞ്ഞവരും ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, മശായിഖന്മാരെ കീഴിൽ നമ്മൾ വലിയ വൻ തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും മശായിഖന്മാരെ കൈ നമ്മൾ ഒരിക്കലും വിടരുത്. അവർ തന്ന ഔറാദുകൾ ഒരിക്കലും വിടരുത്. അവരുടെ ആ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പുറത്ത് കിടക്കരുത്. ആ ജമാഅത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് കിടക്കരുത്. എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി എത്ര തെറ്റ് ചെയ്താലും, എത്ര വലിയ വൻപാപികളാണെങ്കിലും നമ്മളൊരു സംരക്ഷണത്തിൻ്റെ ഉള്ളിലാണ്. അടുത്തോ വൈകിയോ ആയിട്ട് നമ്മൾ നന്നാവും. അപ്പോൾ നമ്മളൊന്ന് കാത്തുനിന്നാൽ മതി. ആ സംരക്ഷണത്തിനുള്ളിൽ നമ്മൾ ഉണ്ടാവുക. അതേസമയം ഞാനിപ്പോൾ നല്ലൊരു മുരീദല്ല എന്നൊക്കെ കരുതി, അല്ലെങ്കിൽ എനിക്ക് യോജിച്ച ഒന്നല്ല അത് എന്നൊക്കെ മനസ്സിലാക്കി നമ്മളെ വൃത്തത്തിൻ്റെ പുറത്ത് കിടന്നാലോ, അവിടെ ജമാഅത്തിൻ്റെ പുറത്ത് കിടന്നാലോ, ആ ഷെയ്ഖിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിൻ്റെ പുറത്ത് നടന്നാലോ, ഷെയ്ഖിൻ്റെ സംരക്ഷണം ഉണ്ടാവുന്നത് ഷെയ്ഖിൻ്റെ പിടുത്തം ഉണ്ടാവുമല്ലേ, അപ്പോഴല്ലേ. ഷെയ്ഖിൻ്റെ പിടുത്തം നമ്മൾ കൈവിട്ടാലോ, നമ്മൾ ആ ദിക്റുകളൊക്കെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കാതിരുന്നാലോ, നമ്മളിനി എത്ര വലിയ ഓത്തുകാരാണെങ്കിലും എത്ര വലിയ ഇബാദത്തുകാരാണെങ്കിലും നമ്മളെ ശൈത്താനും നഫ്സും വഞ്ചിച്ച് നമ്മൾ പിന്നെ തെറ്റിലകപ്പെടുകയും അവസാനം മോശപ്പെട്ട രൂപത്തിൽ മരണം സംഭവിക്കുകയും ചെയ്യും. കാരണം നമ്മൾ ആ ഷെയ്ഖിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്ത് ചാടി. ആ കാരണം കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിലാവാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നമ്മളെ അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടാതിരിക്കുള്ളൂ. സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മറുപടികളിലും വാക്കുകളിലും ഇതിനു പുറമെ ഖുത്ബാനിയത്തിൻ്റെ യാഥാർത്ഥ്യം, കുതുബിൻ്റെ ഗുണങ്ങൾ, ആത്മീയ അവസ്ഥകൾ, അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ലഭിച്ച ഖിലാഫത്ത് പദവിയിൽ അവർക്ക് പ്രത്യേകം നൽകപ്പെട്ട പൂർണ്ണതയുടെ വിശേഷണങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചനകളുണ്ട്. നാം ഇവിടെ ഉദ്ധരിച്ച ഭാഗം തന്നെ ഇതിലേക്ക് മതിയായതാണ്. അള്ളാഹുവാണ് തൗഫീഖിൻ്റെയും ഹിദായത്തിൻ്റെയും നാഥൻ. ഇവിടെ ഒരുപാട് ദൈർഘ്യമേറിയ വിശദീകരണമാണ് ഖുത്ബാനിയത്തുൽ ഉദമ എന്ന മഖാമിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അറബി ഇബ്നു ഷാഹി തങ്ങൾ നടത്തിയത്. ഇത് തന്നെ ഖുത്ബാനിയത്തിനെ മനസ്സിലാക്കാൻ ഇത് മതി. ഖുത്ബാനിയത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മതിയായതാണ്. ഇതിൻ്റെ ഒരു കുറിപ്പിൽ ബഹുമാനപ്പെട്ട റാദി കനൂൻ തങ്ങൾ പറയുന്നുണ്ട്, സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഖുത്ബാനിയത്തിൻ്റെ പദവി അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിൽ ഒരു വിഭാഗം അനന്തരാവകാശമായി നേടിയിട്ടുണ്ട്. അതായത് സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ പലർക്കും ഖുത്ബാനിയത്തിൻ്റെ പദവി എത്തിച്ചവരുണ്ട്. ഷെയ്ഖ് അവർകൾ മാത്രമല്ല, അവരിൽ പലരും ആ ഖുത്ബാനിയത്തിൻ്റെ പദവി എത്തിച്ചവരുണ്ട്. സയ്യിദി അൽഹാജ് അലി തമാസിനി റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലുള്ളവർ ഇതിന് ഉദാഹരണമാണ്. അലി തമാസിനി തങ്ങളെപ്പോലുള്ള ആളുകൾ മഹാനവർക്ക് ഖുത്ബാനിയത്തിൻ്റെ ഒരു പര്യായമായി അലി തമാസിനി തങ്ങളൊക്കെ ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടല്ല നമ്മൾ ദായറത്തുൽ മതാലിബൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് നടത്തുന്ന ദുആയിൽ ഇങ്ങനെ പറയാറില്ലേ, തോത്തീന ഖുത്ബാനിയത്തി തമാസിനി തങ്ങളെ ഖുത്ബാനിയത്ത് എനിക്ക് നൽകണമെന്ന് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്.
അതായത് അലി തമാസിനി തങ്ങളെ കുത്തുബാനിയത്ത് അത്രയും മഷഹൂറാണ്. മഹാനവറുകൾ കുത്തുബാനിയത്തിൻ്റെ ഒരു പര്യായം പോലെ വിലസിയിരുന്നൊരു മഹാനാണ്. അപ്പോൾ അലി തമാസിനി തങ്ങൾ അവരിലൊരാളാണ്. പിന്നെയും ഒരുപാട് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാർക്ക് ഈ ഒരു മക്കാമ് കിട്ടിയിട്ടുണ്ട്. 16 മാസം, അതായത് ഏകദേശം 1 വർഷം, 1.25 വർഷം ആ പദവി ലഭിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സയ്യിദി അബ്ദുൽ വഹാബ് ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് സയ്യിദി അബ്ദുൽ വഹാബ് ഇബ്നു അഹ്മദ്. മഹാനവറുകൾ കുത്തുബാനിയത്തിൽ 16 മാസം നിലനിന്നു. സയ്യിദി മുഹമ്മദ് ബിൻ അബി അൻ നസ്ർ അൽ അലവി അസിജിൽ മാസി റളിയല്ലാഹു അൻഹു, അതുപോലെ അല്ലാമ സയ്യിദി മുഹമ്മദ് കൻസൂസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ തിജാനി തുരീഖത്തിൻ്റെ വലിയ ഖലഫാക്കളാണ്. ഇവരൊക്കെ കുത്തുബാനിയത്തിൽ നിന്നവരാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 9 വർഷക്കാലം ആ പദവിയിലായിരുന്നു എന്ന് പറയപ്പെടുന്ന അല്ലാമ സയ്യിദി മുഹമ്മദ് അൽ അറബി ബിൻ സായിഹ് റളിയല്ലാഹു അൻഹു, അതായത് ബുഗിയത്തുൽ മുസ്തഫീദിന് രചയിതാവായ അല്ലാമ സയ്യിദി മുഹമ്മദ് ബിൻ അറബി സാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ കുത്തുബാനിയത്തിൽ വിരചിച്ച മഹാനാണ്. മഹാനവറുകൾ ആ മക്കാമിൽ 9 വർഷം ഉണ്ടായിരുന്നു. അപ്പം മഹാനവറുകൾ എന്തുകൊണ്ട് ഈ കുത്തുബാനിയത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു, മാത്രമല്ല കുത്തുബാനിയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും അതിൻ്റെ കുറുക്കി കൊള്ളുന്നതെന്ന് പറയല്ല, അതിൻ്റെ ആ സെൻട്രൽ പോയിന്റിൽ വന്ന് വീഴുന്ന വാക്കുകൾ മാത്രം മഹാനവറുകൾ എങ്ങനെ ഓരോ കിതാബുകളിൽ നിന്ന് ക്രോഡീകരിച്ച് ഉദ്ധരിച്ചു എന്നൊക്കെ ചോദിച്ചാൽ മഹാനവറുകൾ അത് രുചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ടാണ്. കാരണം ഒരാൾ അതിൽ നിൽക്കുമ്പോൾ അവർക്ക് അറിയാമല്ലോ ഞാൻ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്. എൻ്റെ മക്കാമിനെ വിശദീകരിക്കുന്ന കൗലുകൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അറബി ബിൻ സായി തങ്ങൾ ഈ കിതാബ് രചിച്ച അറബി ബിൻ സായി തങ്ങളും 9 വർഷം കുത്തുബാനിയത്തിൽ ഉണ്ടായിരുന്ന മഹാനാണ്. ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയ സഹോദരന്മാരിൽ ഒരാൾ അദ്ദേഹത്തെ ചോദിച്ചു, ഒരു ഇഖ്വാൻ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അവർ ചോദിച്ചു, സയ്യിദി താങ്കളാണോ ഈ കാലഘട്ടത്തിന് കുത്തുബായ സാഹിബുൽ വക്ത്, നിങ്ങളാണോ സാഹിബുൽ വക്ത്, കുത്തുബ് നിങ്ങളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യാതെ തൻ്റെ പതിവ് ശൈലി ഇപ്രകാരം മറുപടി നൽകി. ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ. ഈ ഒരു ഉദ്ധരണി എനിക്ക് തോന്നുന്നു കാശ്ഫുൽ ബാസിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും മഹാനവറുകളുടെ കുത്തുബാനിയത്തിനെ സ്ഥിരീകരിക്കുന്നതാണ്. അപ്പോൾ കുത്തുബാനിയത്ത് അങ്ങനെ പറയണമെന്നില്ല, വേറെ ആൾക്കാർ പറയുന്നതിനെ അംഗീകരിച്ചാലും അദ്ദേഹം കുത്തുബാനിയത്താണെന്ന് കുത്തുബിൻ്റെ മക്കാമിൽ എത്തിച്ച ആളാണെന്ന് മനസ്സിലാക്കാൻ അത് മതി എന്നും കൂടിയുള്ള സൂചനയാണത്. ഞാൻ സാന്ദർഭികമായി കഴിഞ്ഞ ദിവസം അഭിഷാദങ്ങൾ വിളിക്കുമ്പോൾ ഒരു റബാത്തിൽ സയ്യിദി അറബി ബിൻ സായി തങ്ങൾ മക്കാമ് സിയാറത്ത് ചെയ്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാനവറുകൾ അത്രയും വലിയ മക്കാം എത്തിച്ച ഒരാളാണ്. കൂടാതെ 18 വർഷക്കാലം പദവിയിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്ന മഹാൻ പണ്ഡിതൻ സയ്യിദി അൽഹാജ് അൽ ഹുസൈൻ അൽ ഇഫ്രാനിയും അവരിൽപ്പെട്ടവരാണ്. അൽഹാജ് ഹുസൈൻ അൽ ഇഫ്രാനി റളിയല്ലാഹു അൻഹു 18 വർഷം കുത്തുബാനിയത്തിൽ നിന്ന ആളാണ്. ആരിഫ് ബില്ലാ അല്ലാമ സയ്യിദി അൽഹാജ് അൽ അഹ്സൻ ബിൻ അബി അൽ ജമാ അൽ ബാഖലി റളിയല്ലാഹു അൻഹു, അതായത് ഇറായിസിൻ്റെ രചയിതാവായ അഹ്സൻ ബാഖലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇറാ എന്ന ഗ്രന്ഥത്തിൽ അവസാനമായി അദ്ദേഹത്തെക്കുറിച്ച്, അതായത് ഇഫ്രാനിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതായത് മഹാപണ്ഡിതനും കുത്തുബുമായ സയ്യിദി അൽഹാജ് അൽ ഹുസൈൻ അൽ ഇഫ്രാനി പറഞ്ഞു, മഹാനായ ഖലീഫ മൗലാന അൽ അറബി ബിൻ സാഹിന് ഉണ്ടായിരുന്ന സകല അറിവുകളും അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന്, അതായത് ഇഫ്രാനിക്ക് പകർന്നു നൽകപ്പെട്ടിരുന്നു. ഇതിനു പുറമെ ഔലിയാക്കളിൽപ്പെട്ട 20 പേരുടെ പദവിയും അദ്ദേഹത്തിന് അധികമായി ലഭിക്കുകയും ചെയ്തു. അതായത് അറബി ബിൻ സായി തങ്ങൾ കുത്തുബാനിയത്തിൽ എത്തിച്ച ആളാന്ന് പറഞ്ഞല്ലോ. ഈ അറബി ബിൻ സായി തങ്ങൾക്ക് കിട്ടിയിരുന്ന മക്കാമുകളൊക്കെ ബഹുമാനപ്പെട്ട ഇഫ്രാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്കും കിട്ടിയിരുന്നു. കൂടാതെ 20 പേരുടെ മക്കാമുകൾ എക്സ്ട്രാ വേറെയും കിട്ടിയിരുന്നു. അദ്ദേഹം ഇഫ്രാനി പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തിന് കവാടം, അതായത് ബഹുമാനപ്പെട്ട അറബി ബിൻ സായി തങ്ങളിലേക്കുള്ള കവാടം, അദ്ദേഹത്തിലേക്കുള്ള പ്രവേശന കവാടവും പുറത്തേക്കുള്ള വഴിയും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരെങ്കിലും അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ അവൻ അവിടെ എത്തിച്ചേരുകയില്ല. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ ബഹുമാനപ്പെട്ട അറബി ബിൻ സായി തങ്ങൾക്ക് പുറമെ ബഹുമാനപ്പെട്ട സയ്യിദി ഹുസൈൻ അൽ ഇഫ്രാനി റളിയല്ലാഹു അൻഹു തങ്ങളും കുത്തുബാനിയത്തിൽ അലങ്കരിച്ച 18 വർഷത്തോളം കുത്തുബാനിയത്തിൽ അലങ്കരിച്ച ആളാണ്. ഇതൊക്കെ തിജാനി ത്വരീഖത്തിൻ്റെ മഹത്വക്കളാണ്. പ്രശസ്തനായ അള്ളാഹുവിൻ്റെ ആരിഫ് അല്ലാമ സയ്യിദി മുഹമ്മദ് ബിൻ അബ്ദുൽ വാഹിബ് അൻ നദീഫി അസൂസി റളിയല്ലാഹു അൻഹു
മഹാനവറുകൾ ഒരുപാട് തിജാനി ത്വരീഖത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, സലാത്തുൽ ഫാത്തിഹിൻ്റെ ഷർഹ് അടക്കം ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് സയ്യിദി അബ്ദുൽ വാഹിബ് അൻ നദീഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളും ഖുതുബാനിയത്തിലെത്തിയ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന മഹാപണ്ഡിതൻ സയ്യിദി അൽഹാജ് അൽ ഹസൻ ബാഖലി നമ്മളെ ഇറാൻ്റെ രചയിതാവായ, നമ്മൾ ഇറാനിൻ്റെ ദർസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ, അത് എഴുതിയ സയ്യിദി ഹസൻ ബാഖലി തങ്ങളും ആ പദവി ഖുതുബാനിയത്ത് ലഭിച്ചവരിൽപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ ഇറാൻ്റെ രചയിതാവ് ഹസൻ ബാഖലി തങ്ങൾ ഖുതുബാണ്, മുഖത്തുൽ മുസ്തഫീദിൻ്റെ രചയിതാവ് പിന്നെ അറബി മുസാഹി തങ്ങൾ ഖുതുബാനിയത്തിൽ എത്തിച്ച ആളാണ്. ഇവരൊക്കെ ചെറിയ ആൾക്കാരൊന്നല്ലാന്ന് ഒന്നാമത്തെ നമ്മൾ കിതാബ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ചെറിയ ആൾക്കാർക്കൊന്നും ഇതൊന്നും എഴുതാൻ കഴിയില്ല. രണ്ടാമത്തെ അവരെക്കുറിച്ച് പറയപ്പെട്ടതും ആ കാര്യം സ്ഥിരീകരിക്കുന്നതും കൂടിയാണ്. ഈ പദവി തനിക്കുണ്ടെന്ന് അദ്ദേഹം പലതവണ തുറന്നു പറയുകയും, അതായത് ബഹുമാനപ്പെട്ട ഹസൻ ബാഖലി തങ്ങൾ തനിക്ക് ഈ പദവി ഈ ഖുതുബാനിയത്തുണ്ടെന്ന് പലതവണ പറയുകയും അദ്ദേഹത്തിൻ്റെ ധാരാളം ശിഷ്യന്മാർ ഈ പദവി അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. മുൻ സുൽത്താനായിരുന്ന മഹാപണ്ഡിതൻ മൗലായ അബ്ദുൽ ഹഫീദ് അൽ അലവി താൻ രചിച്ച അൽ ജാമിഉ അൽ ഇർഫാനിയ എന്ന കാവ്യത്തിൽ ഉൾപ്പെടുത്തിയ ഒരു അധ്യായവും നാം മറക്കാൻ പാടില്ല. ആ അധ്യായത്തിന് അദ്ദേഹം നൽകിയ പേരിതാണ്. സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിരുദ് മുഖേന ഖുതുബാനിയത്തിലേക്കും വിലായത്തിലേക്കും എത്തിച്ചേർന്ന മഹാന്മാരുടെ പേരുകൾ പരാമർശിക്കുന്ന അധ്യായം. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് നോക്കാവുന്നതാണ്. അപ്പം തിജാനി ത്വരീഖത്ത് ഈ ഖുതുബാനിയത്തുൽ ഉലമാ എന്നുള്ള മക്കാമ് സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എത്തിച്ച മക്കാമെന്ന് എന്ന് പറയുന്നത്, നമ്മൾ തിജാനി ത്വരീഖത്തിൽ ഒരുപാട് ഖുലഫാക്കൾ എത്തിയതും അവരൊക്കെ അതിന് അവകാശവാദം പറയുകയും ചെയ്തവരാണ്. ഖുതുബാനിയത്ത് എന്നത് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണെന്നും ഓരോ കാലഘട്ടത്തിലെയും അതിൻ്റെ ഉടമസ്ഥൻ ആ കാലഘട്ടത്തിലെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കുമുള്ള ആത്മീയ അവസ്ഥകളും രഹസ്യങ്ങളും കറാമത്തുകളും ഒത്തുചേർന്ന വ്യക്തിയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണത്? അഖ്താബുകൾ എല്ലാവരും ഈ സ്ഥാനത്തിലെത്തിയവരാണെങ്കിലും അവരൊക്കെയും ഒരുപോലെയല്ല. ഓരോരുത്തരും ലഭിച്ച പദവികളും ദർജകളും എത്രത്തോളം അതനുസരിച്ച് അവർക്കിടയിൽ പദവികളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഖുതുബാനിയത്തിലെത്തിയ ആളുകൾ, ഖുതുബാനിയത്തിൻ്റെ മക്കാമിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തിലെ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾക്ക് അവരുടെ എന്തൊക്കെ ആത്മീയ അവസ്ഥകൾക്ക് അവർക്ക് കിട്ടിയോ, ഏതൊക്കെ രഹസ്യങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയോ, ഏതൊക്കെ കറാമത്തുകൾ അവർക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയോ, അതൊക്കെ തന്നെ ഈ മനുഷ്യനിലൂടെ ലഭിക്കുക. ഈ മനുഷ്യൻ എല്ലാത്തിനും ഒരുമിച്ച് കൂട്ടിയ ആളായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ന് കരുതി എല്ലാ കാലത്തെയും ഖുതുബാനിയത്തിലെത്തിയ ആൾക്കാർ ഒരേ ദർജയിലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓരോ കാലഘട്ടത്തിനും ഓരോ സമയത്തിനും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ കുത്തുബുണ്ടാവും. പക്ഷേ എല്ലാ കുത്തുബുകളും ഒരേ ദർജയിലല്ല. കുത്തുബുകളിൽ തന്നെ അവരുടെ ദർജയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇനി അതിനെക്കുറിച്ചുള്ള സംസാരമാണ്. അതിന് പുറമെ പ്രാധിക്കണം തങ്ങൾ ഇവിടെ ഒരു കുറിപ്പ് കൊണ്ടുവരുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. നമ്മുടെ ത്വരീഖത്തായ തിജാനിയയിൽ ഖുതുബാനിയത്തിൻ്റെ പദവിയിലെത്തിയ മറ്റ് ഉന്നതരായ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് ആരിഫ് ബില്ലാ സയ്യിദി മുഹമ്മദ് ബിൻ അബ്ദുല്ലാ അൽ സൂസി അൽ ബക്കാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് ഫഖീഹ് സയ്യിദി മുഹമ്മദ് ബിൻ യഹിയ അൽ ബലാമീനി റബാത്തിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാമ സുഖൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, തൻ്റെ കാലഘട്ടത്തിലെ കുത്തുബായിരുന്നു അദ്ദേഹം. തൻ്റെ സമ്പത്തെല്ലാം സ്വരൂപിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ഷെയ്ഖിനെ സന്ദർശിക്കാൻ അദ്ദേഹം വരുമായിരുന്നു. ഷെയ്ഖിന് അദ്ദേഹത്തോട് പ്രത്യേകമൊരു സ്നേഹമുണ്ടായിരുന്നു. റബാത്തിൽ വെച്ച് മരണപ്പെട്ട അദ്ദേഹത്തെ ഖൊസബ അർ റഷീദിയക്ക് താഴെയുള്ള അൽ ഉലുവ് എന്ന സ്ഥലത്താണ് മറവ് ചെയ്തത്. അപ്പോൾ സയ്യിദ്ന ശൈഖുൽ തങ്ങളുടെ ശിഷ്യന്മാരിൽ ഖുതുബാനിയത്ത് എത്തിച്ച മറ്റൊരാളാണ് അദ്ദേഹം. സയ്യിദി മുഹമ്മദ് അൽ അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് ഖുതുബാനിയത്തെക്കുറിച്ച് എന്നോട് അറിയിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം ഒരു സമ്പൂർണ്ണ കുത്തുബാണോ അതോ തൻ്റെ പ്രദേശത്തെ കുത്തുബാണോ അതോ തൻ്റെ നാടിൻ്റെ കുത്തുബാണോ എന്ന് വ്യക്തമായിട്ടില്ല. ഏതായാലും കേവലമായ അർത്ഥത്തിൽ കുത്തുബീയത്തിൻ്റെ വിശേഷണങ്ങൾ ഉള്ളവനാണ് അദ്ദേഹം എന്ന് ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഖുതുബാനിയത്തുൽ ഉലമാ എന്നുള്ള മക്കാമിലെത്തിച്ച അവസ്ഥയിലുള്ള ആണോ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട് സയ്യിദ്ന ശൈഖുൽ തങ്ങളുടെ ശിഷ്യന്മാരുടെ ഇടയിൽ. ഇതിനോടനുബന്ധിച്ച് പറയാവുന്ന മറ്റൊരു കാര്യം, അക്കാലത്തെ പണ്ഡിതന്മാരിൽ ഒരാൾ അല്ലാമ സുഖൈർ റളിയല്ലാഹു അൻഹു തങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമകാലികനും അള്ളാഹുവിൻ്റെ ആരിഫുമായ സയ്യിദി മുഹമ്മദ് ബിൻ അബ്ദുൽ വാഹിദ് അൻ നദീഫി റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ചും വിലായത്തിൽ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി.
അപ്പോൾ അല്ലാമ സുഖരി തങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് നദീഫ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ച് ചോദിച്ചു, എന്താണ് ഓരോ വിലായത്തിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? ഉടൻ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, താഴെയുള്ളവന് മുകളിലുള്ളവരുടെ പദവി അറിയാൻ കഴിയില്ല. അപ്പോൾ മുകളിലുള്ള ആൾ വലിയ സ്ഥാനം ഉണ്ടോ എന്നില്ലെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുകളിലെത്തിയാലേ മനസ്സിലാവുള്ളൂ. താഴെയുള്ളവർക്ക് മുകളിലൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതായത് അഹമ്മദ് സുക്കരി തങ്ങൾ തന്നെ അബ്ദുൽ വാഹിദ് നദീഫ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ താഴെയുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും ഉന്നതമായ പദവി എത്തിച്ച ആളാണ് ബഹുമാനപ്പെട്ട നദീഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കുത്തുബാനിയത്ത് എത്തിച്ചാണ് മുകളിൽ പറഞ്ഞല്ലോ. അതായത് റാദിഖാനു തങ്ങൾ പറയാണ്, കുത്തുബാനിയത്തിൻ്റെ പേരിൽ പ്രസിദ്ധനായ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രമുഖ അനുചരന്മാരിൽ ഒരാളെക്കുറിച്ച് പറയപ്പെടുന്ന അത്ഭുതകരമായ കാര്യങ്ങളൊന്നും ഇതാണ്. അദ്ദേഹം പറഞ്ഞു, അതായത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ കുത്തുബാനിയത്തുകൊണ്ട് പ്രസിദ്ധനായ ഒരാൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യുവാക്കളായിരിക്കെ ഏറ്റവും ഉന്നതമായ കുത്തുബിയത്ത് ഞങ്ങളെ കടന്നുപോയി. എന്നാൽ ഞങ്ങളതിലേക്ക് ചായുകയോ അല്ലാഹു തആല അല്ലാത്ത ആ പദവിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ, അതായത് പലരിലേക്കും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽ ഇന്ന് പലരിലൂടെയും ഈ കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള പദവി കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അവരതിലേക്കൊന്നും ശ്രദ്ധിക്കലില്ല എന്ന്. അവർ അള്ളാഹിലേക്ക് ശ്രദ്ധിക്കുള്ളൂ. അതുവരെ കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള പദവി വരെ അവരെ സംബന്ധിച്ച് ഒരു അള്ളാഹു അല്ലാത്ത ഒന്നായിട്ട് അവർ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരുടെ അള്ളാഹുവിലുള്ള ഫോക്കസ് എത്ര മാത്രമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള പദവി എന്താ? അള്ളാഹിൻ്റെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതനായ അടിമ എന്നുള്ള പദവിയാണ്. ആ പദവി തന്നെ അവരിലൂടെ കടന്നു പോയിട്ട് അതുവരെ അവർ നോക്കലില്ല. അള്ളാഹിലേക്ക് അവർ ശ്രദ്ധിക്കലുള്ളൂ. ഈ മഹാനായ വ്യക്തിയെക്കുറിച്ച് മറ്റൊരു കാര്യവും പറയപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തെ സമീപിച്ച് കുതുബാനിയത്തിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാൻ നിന്നു. എങ്ങനെയാണ് അതിൽ എത്തിയതെന്നും ആ ഉന്നതമായ സിംഹാസനത്തിലിരിക്കാൻ അദ്ദേഹം സ്വീകരിച്ച വഴികൾ എന്താണെന്നും അറിയുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അദ്ദേഹം ചോദിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ മുമ്പ് തന്നെ ഇമാം ബൂസൂരി തൻ്റെ ബുർദയിൽ പറഞ്ഞ വരികൾ കൊണ്ട് അദ്ദേഹം മറുപടി നൽകി. ഫലാ തുഖുല്ലി ബിമാദ നിൽതു ജയ്യദഹ ഫമാ യുഖാലു ലിഫദ്ലില്ലാഹി ദാ ബികമി. അതിൻ്റെ നന്മകൾ നീ എങ്ങനെ നേടിയെന്ന് എന്നോട് ചോദിക്കരുത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അത് എത്രയുണ്ട് എന്ന് ചോദിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇവിടെ കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള മഖാമിനെ കുറിച്ച് ചർച്ച ചെയ്തു. കുത്തുബാനിയത്ത് തന്നെ എന്താണെന്ന് മനസ്സിലാക്കി തന്നു. ഈ കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള മഖാം എത്തിച്ച ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഒരാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും ഉള്ള കുത്തുബാനിയത്ത് എത്തിച്ച മഹാന്മാരുടെ ദർജ ഒരേപോലെയല്ല. എല്ലാവരും വ്യത്യസ്ത തലത്തിലാണ് അവരുടെ ദർജ ഉണ്ടാവുക. ഈ ഉന്നതമായ സ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന ദർജയുള്ളവരും ഈ പവിത്രമായ മഷ്ഹദിൽ, അതായത് ദർശന സ്ഥലത്ത് ഏറ്റവും ഉന്നത സ്ഥാനീയനുമായ കുതുബ് ഖത്മീയത്തിൻ്റെ മുദ്രവെക്കപ്പെട്ട അന്തിമ പദവി അത്യുദാത്തവും വിലപ്പെട്ടതുമായ സ്ഥാനത്ത് എത്തിച്ചേർന്നവരാണ്. അപ്പോൾ അത് ഈ കുത്തുബാനിയത്തിൽ തന്നെ പിന്നെയും ഉയർന്നവരുണ്ട്. ഓരോ കാലഘട്ടത്തിൽ കുത്തുബ് ഉണ്ടാവും. ആ കുത്തുബ് തന്നെ ഉയർന്നുയർന്ന് ഖത്മീയത്ത് എന്നുള്ള പദവി എത്തുന്നവരുണ്ട്. അത് കുത്തുബായ മാത്രം പോരാ, കുത്തുബിൻ്റെ അപ്പുറത്തേക്ക് കാരണം ആരിഫീങ്ങളായ മഹാപുരുഷന്മാർക്കിടയിൽ ഹത്മിൽ മഖാമാത്ത് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാനമാണിത്. ഈ രംഗത്തെ അധികായന്മാരായ അപൂർവം ചില വ്യക്തികൾക്കല്ലാതെ മറ്റാർക്കും ഈ പദവിയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്നേ വരെ നൂറുകണക്കിന് കുത്തുബുകൾ ഓരോ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു കുത്തുബ് വഫാത്താകുമ്പോൾ വേറെ കുത്തുബ്. ഇപ്പോൾ ഒരു കുത്തുബ് വഫാത്തായി, അദ്ദേഹം 10 ദിവസം കുത്തുബാനിയത്തിൽ നിന്നിട്ടുള്ളൂ. അങ്ങനെയാണ് അടുത്ത കുത്തുബ് വരും. അദ്ദേഹം ചിലപ്പോൾ 1 ദിവസം നിന്നിട്ടുണ്ടാവുള്ളൂ. വേറെ കുത്തുബ് വരും, അദ്ദേഹം 10 വർഷം നിന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞും അദ്ദേഹത്തിന് വഫാത്തോടുകൂടി വേറെ കുത്തുബ് വരും. അങ്ങനെ കുത്തുബാനിയത്ത് ഇങ്ങനെ മാറിക്കൊണ്ട് എത്രയോ കുത്തുബുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ എല്ലാ കുത്തുബുകളും ഒരേ ദർജയിലല്ല എന്ന് പറഞ്ഞു. ആ കുത്തുബുകളിൽ തന്നെ ഉന്നതമായ അവസ്ഥ എത്തിച്ചവരുണ്ട്. അതിനെയാണ് ഖത്മീയത്ത് എന്ന് പറയുക. ആ കുത്തുബാനിയത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിച്ച ആളുകൾ. എല്ലാ കുത്തുബുകളെയും ചേർത്ത് നിൽക്കുമ്പോൾ അതിൽ കുറച്ച് ഖത്മുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 500 കുത്തുബുകൾ ഉണ്ടെങ്കിൽ നമുക്കതിലൊരു 10-20 ഖത്മുകളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഈ കുത്തുബാനിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഖത്മ് എന്നുള്ള മഖാം എത്തിച്ച ആളുകളുണ്ടാവും. ഞാൻ അവരെക്കുറിച്ചാണ് ചർച്ച. ഷെയ്ഖുന അൽ ഖത്മുൽ അക്ബർ, അൽ കുത്തുബുൽ മഖ്തൂം, അൽ അഷ്ഹർ,
സയ്യിദിന മൗലാന അബുൽ അബ്ബാസ് തിജാനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ മഹത്തായ പരിശുദ്ധ ഗുണവിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കവേ അവൻ്റെ വിശേഷങ്ങൾ ഉന്നതവുമാണ് എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പരാമർശിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഷെയ്ഖുൽ കാമിൽ മൗലാന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞത്: അല്ലാഹു തആലയിൽ നിന്ന് അൽ ബഹാ ശീലമാക്കുകയും, അതായത് അള്ളാഹുവിൻ്റെ സൗന്ദര്യം, അള്ളാഹുവിൻ്റെ ഭംഗി ശീലമാക്കുകയും, സിഫാത്തുൽ ജമാൽ സൗന്ദര്യത്തിൻ്റെ വിശേഷണങ്ങൾ മാത്രം ദർശിക്കുകയും ചെയ്തവൻ അള്ളാഹുവിൻ്റെ അളമത്തിൻ്റെയും, അതായത് മഹത്വത്തിൻ്റെയും കിബ്രിയാൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും ആവിർഭാവം കാണുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ അവന് സാധിക്കൂല. അപ്പോൾ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ അള്ളാഹുവിൻ്റെ സൗന്ദര്യവും ഭംഗിയും ഒക്കെ ശീലിച്ച ആളുകളുണ്ടാവും. അവരിലേക്ക് അള്ളാഹുവിൻ്റെ അളമത്തും കിബ്രിയാവും പോലെ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം കാണിക്കുന്ന ജലാലിൻ്റെ വിശേഷണങ്ങൾ വെളിവാകുമ്പോൾ അതിലവർ കുറച്ച് നിൽക്കാൻ പറ്റാത്ത അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുണ്ടെന്ന്. ഇത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാണ്. അതിനെ വിശദീകരിച്ച് സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇതിനർത്ഥം ഇതാണ്: ആരിഫീങ്ങൾക്ക് ഇതിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല, മറിച്ച് ഉന്നതരായ മഹാപുരുഷന്മാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം അവരിൽ വെച്ച് ഏറ്റവും പൂർണ്ണനായ കുതുബുൽ കാമിലിന് പോലും കുതുബാനിയത്തിൻ്റെ തന്നെ ഉന്നതമായ പദവികൾ എത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ കിബ്രിയാഇൻ്റെ ഗാംഭീര്യത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുകയില്ല. അത് കുതുബാണെങ്കിൽ പോലും ആ കുതുബാനിയത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ ദർജ എത്തിച്ചാലല്ലാതെ ഇത് ആസ്വദിക്കാൻ കഴിയില്ല. അദ്ദേഹം കുതുബാണെങ്കിൽ പോലും ഈ കിബ്രിയാഇൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെയും കുറേ മുന്നോട്ട് പോകണം, കുതുബാനിയത്തിൽ തന്നെ മുന്നോട്ട് പോകണം, എന്നാലത് സാധ്യമുള്ളൂ. ആ പദവിയെ ഖത്മുൽ മഖാമാത്ത് എന്നാണ് വിളിക്കുക. കുതുബാനിയത്തിൻ്റെ മുകളിലുള്ള പദവിയാണിത്. ഈ സ്ഥാനത്തിൻ്റെ ലക്ഷ്യം അതിവിദൂരമായതുകൊണ്ട് അഖ്താബുകളിൽ ചുരുക്കം പേർക്ക് മാത്രമേ അതിലേക്ക് ഉയരാൻ സാധിച്ചിട്ടുള്ളൂ. കുതുബാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ മഖാമ് കിട്ടണമെന്നില്ല. കുതുബാനിയത്തിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ആ മഖാമിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിനാൽ ഒരു കുതുബ് ഈ സ്ഥാനത്തിലേക്ക് ഉയരുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്താൽ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ കിബ്രിയാ ദാത്ത് സത്താപരമായ ഗാംഭീര്യം അദ്ദേഹത്തിന് വെളിവാക്കപ്പെടും. അപ്പോൾ അദ്ദേഹം കുതുബാനിയത്തിലെത്തി പിന്നെയും അദ്ദേഹം അങ്ങനെ ഉയർന്നു പോയി മുന്നോട്ട് പോയാൽ ഒരു പ്രത്യേകമായ ഖത്മുൽ മഖാമാത്തിൽ നിന്ന് മഖാമിലെത്തിയാൽ അവിടെ വെച്ചിട്ട് അള്ളാഹിൻ്റെ ദാത്തിൻ്റെ കിബ്രിയാ, ദാത്തിൻ്റെ ഗാംഭീര്യം അള്ളാഹു അവന് വെളിവാക്കി കൊടുക്കും. ശാശ്വതമായി അദ്ദേഹം അതിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. ആ കിബ്രിയാഇൻ്റെ അംശത്തിൽ ഒരു അളവ് പോലും ഈ ആരിഫീങ്ങൾക്കും സിദ്ദീഖുകൾക്കും വെളിപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വേഗത്തിൽ അവർ പറന്നു പോകുന്ന പൊടിപടലങ്ങളായി തീരുമായിരുന്നു. അതായത് ഈ ഹതമീയത്തിൻ്റെ മഖാമിലെത്തിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഒരു അളവ് ഒരു നിമിഷ നേരത്തിന് ഒരു നിമിഷ നേരത്തിന് അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റ് ആരിഫീങ്ങൾ കുതുബ അടക്കമുള്ള മറ്റ് ആരിഫീങ്ങൾക്ക് മുഴുവൻ അള്ളാഹു വെളിവാക്കി കൊടുത്താൽ അവർ അതുകൊണ്ട് എന്തായിപ്പോവും, നാമാവശേഷമാവുകയും അവർ പൊടിപടലമായി മാറുകയും ചെയ്യുമായിരുന്നു. അത്രയും ഉന്നതമാണ് ഈ ഹത്തമീയത്തിൻ്റെ മക്കാം. കുത്തുബുൽ ജാമീന് മാത്രമേ ഇത് താങ്ങാൻ കഴിയുള്ളൂ. എന്നാൽ അത് ഖത്മുൽ മഖാമാത്തിൻ്റെ സ്ഥാനത്ത് എത്തിയതിന് ശേഷം മാത്രം കുത്തുബിന് മാത്രമേ താങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഖത്മുൽ മഖാമിൽ എത്തിയ ശേഷം മാത്രമേ താങ്ങാൻ കഴിയൂ. എല്ലാത്ത കുത്തുബിനും താങ്ങാൻ കഴിയില്ല. ആ പദവിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിനും അതിന് കഴിയില്ല. അപ്പോൾ ഈ മഖാമിൽ ഇത് താങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിച്ച ആൾ ഖത്മിയത്തിൻ്റെ മഖാം എത്തിച്ച ആളാണ്. എല്ലാത്ത ആളുകൾ കുത്തുബായാൽ പോലും അവർക്കത് താങ്ങാൻ പറ്റണമെന്നില്ല. മൗലാന അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു ഇപ്രകാരം പറഞ്ഞു: അള്ളാഹുവിനെ കുറിച്ചുള്ള മാരിഫത്ത് എന്നത് അവൻ്റെ ജലാലിൻ്റെ മറ നീക്കുന്നതാണ്. അള്ളാഹു താലയുടെ കിബ്രിയായിൽ ഗാംഭീര്യത്തിൽ അത്ഭുത പരതന്ത്രനായി പോവുക എന്നതാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം. അപ്പോൾ മാരിഫത്ത് എന്ന അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ ഗുണങ്ങളുടെ മറ നീക്കലാണ്. പക്ഷേ ആ മാരിഫത്തിലൂടെയുള്ള യാത്രയുടെ അവസാനത്തെ പോയിൻ്റ് എന്താ? അള്ളാഹുവിൻ്റെ കിബ്രിയായിൽ, അള്ളാഹിൻ്റെ ഗാംഭീര്യത്തിൽ പരതന്ത്രനായി നിൽക്കുക എന്നുള്ളതാണ്. അതിലിങ്ങനെ ഒരാശ്ചര്യപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അവരിങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥ. അതിൻ്റെ അന്തിമ ലക്ഷ്യം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്:
കുത്തുബാനിയത്തിൻ്റെ ഖത്മീയത്ത് എന്ന മക്കാമിനെയാണ്. കുത്തുബുകൾക്ക് തന്നെയുള്ള ഖത്മീയത്ത് എന്ന മക്കാമാണ്. അതെത്ര ലക്ഷ്യങ്ങളുടെ പരമോന്നതി, അതെത്ര വലിയൊരു കാര്യമാണെന്ന് പറയാം. ഇതാണ് സയ്യിദുനാ ശൈഖുൽ തങ്ങളുടെ വാക്കുകൾ. അവിടുത്തെ വിജ്ഞാനങ്ങളും രഹസ്യങ്ങളും കൊണ്ട് അള്ളാഹു നമുക്ക് ഉപകാരം നൽകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഔലിയാക്കന്മാർക്കൊരു കുത്തുബുണ്ട്. കുത്തുബുകൾക്ക് തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ പദവി എത്തിച്ച ആളാണ് കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള മക്കാം എത്തിച്ച ആൾ. അതാണ് യഥാർത്ഥത്തിലുള്ള കുത്തുബ്. അവർക്ക് തന്നെ അവരുടെ ഇടയിൽ തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരുടെ കുത്തുബുകൾക്കിടയിൽ വ്യത്യസ്ത മക്കാമുകളാണ്. അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചവരാണ് ഖത്മീയത്തിൽ നിന്നുള്ള മക്കാം അലങ്കരിച്ചവർ. അവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. കുത്തുബാനിയത്തിലെ ഖത്മീയത്ത് എന്ന ഈ മക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അനന്തരാവകാശം വഴിയല്ലാതെ ലഭിക്കുന്നതല്ല. അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത മുഹമ്മദീയരായ അഖ്താബുകൾക്ക് മാത്രമേ ഇത് ലഭിക്കുള്ളൂ. ആ കുത്തുബുകളിൽ തന്നെ അള്ളാഹ് തിരഞ്ഞെടുത്ത കുറഞ്ഞ ആൾക്കാർക്ക് അത് കിട്ടുള്ളൂ. 300 സൽഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവരാണവർ. ആ ഗുണങ്ങളിൽ ഒന്ന് മാത്രം സ്വന്തമാക്കിയാൽ പോലും സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ്. അവർ ഔലിയാക്കളിലെ ഉന്നതരും അൽ വിലായത്തുൽ ബാത്തിനത്തുൽ ഖാസയുടെ, അതായത് പ്രത്യേക ആത്മീയ ആന്തരികമായ വിലായത്തിൻ്റെ അഖ്താബുകളുമാണ്. കാരണം വിലായത്തിന് പൊതുവെ 2 വിഭാഗമുണ്ട്, ലാഹിറ ബാത്തിന്. വിലായത്ത് ലാഹിറുണ്ട്, ബാത്തിനുണ്ട്. എന്നാൽ ഇത് ബാത്തിനായ വിലായത്തിൻ്റെ ഒരു ഉന്നതമായ മക്കാമാണ്. ബാഹ്യമായ കാര്യങ്ങളിലും ഭരണങ്ങളിലും ഇടപെടുന്നവർക്കുള്ള വിലായത്തുൽ ലാഹിറ, അത് പ്രസിദ്ധവുമാണ്. നീതിമാനായ നേതാവ് എന്നറിയപ്പെടുന്ന അൽ മുൻതദിർ, പ്രതീക്ഷിക്കപ്പെടുന്ന മഹദി എന്ന വ്യക്തിയിലാണ് ഈ വിലായത്ത് അവസാനിക്കുന്നത്. ഈ സമുദായത്തിൻ്റെ അവസാന കാലത്ത് അള്ളാഹു അദ്ദേഹത്തെ വെളിപ്പെടുത്തുമെന്ന് പ്രസിദ്ധമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിലായത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എപ്പോഴും സാധാരണ പറയാറുള്ളതാണ് വിലായത്തിൻ്റെ അവസാനം മഹദീമാമാണ്, മഹദീമാമിനേക്കാൾ വലിയ വലിയൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വിലായത്തിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് ലാഹിറും ബാത്തിനും. ഈ ലാഹിറായ ബാഹ്യമായ വിലായത്തിൻ്റെ അവസാനക്കാരനാണ് യഥാർത്ഥത്തിൽ മഹദീമാമ. ബാത്തിനായ വിലായത്തല്ല അത്, ബാഹ്യമായ വിലായത്തിൻ്റെ, അതായത് അധികാരത്തിൻ്റെ, തസറുഫാത്തിൻ്റെ, ബാഹ്യമായ കാര്യങ്ങൾ കൈകാര്യം നടത്തുന്നതിൻ്റെ ഒക്കെ ഇടപെടൽ നടത്തുന്ന വിലായത്തിൻ്റെ അവസാനക്കാരൻ, അതാണ് ഇമാം മഹദി. അതെല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ വരുമെന്നും ആ ഒരു മേഖല മഹാനവറുകളെ കൊണ്ട് ഹത്മ് ചെയ്യപ്പെട്ടും അവസാനിപ്പിക്കപ്പെടും എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒന്ന് അങ്ങനത്തെ ഒരു വിലായത്താണ്. ഇനി ആന്തരികമായ കാര്യങ്ങൾ, ഇപ്പോൾ ഒന്ന് ബാഹ്യമായ വിലായത്തുണ്ടെന്ന് പറഞ്ഞു, ഇനി ഒരു ആന്തരികമായ വിലായത്തുണ്ട്. ആന്തരിക കാര്യങ്ങളിൽ നിയന്ത്രിക്കുന്നവർക്കുള്ളതാണ് വിലായത്തുൽ ബാത്തിന, ആന്തരികമായ വിലായത്ത്. ആ വിലായത്തിന് 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ആമ്മ, രണ്ടാമത്തെ ഖാസ്. വിലായത്തുൽ ബാത്തിനുൽ ആമ്മ എന്നത് ആദം നബി അലൈഹി സ്വലാം മുതൽ ഈസാ നബി വരെയുള്ളതാണ്. അവസാന കാലത്ത് ഈസാ അലൈഹി സ്വലാം ഇറങ്ങി വരുമ്പോൾ ആ പദവി അദ്ദേഹത്തിൽ അവസാനിക്കുന്നു. അപ്പം ഈ ആന്തരികമായ വിലായത്തിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് പൊതുവായ വിലായത്തും ഒന്ന് പ്രത്യേകമായ വിലായത്തും. ആ പൊതുവായ വിലായത്ത് ഈസാ നബി അലൈഹി സ്വലാം വരുന്നതോടുകൂടി അവസാനിക്കും. എന്നാൽ അതിൽ ഒരു പ്രത്യേകമായ വിലായത്തുണ്ട്, വിലായത്തുൽ ബാത്തിനത്തുൽ ഖാസ എന്നത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അൽ ഖത്മുൽ അക്ബർ, ഏറ്റവും വലിയ ഖത്മ് എന്നറിയപ്പെടുന്ന അവരിൽ എത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തോടെയാണ് ആ മക്കാം അവസാനിക്കുന്നതും അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതും. ഈ ഒരു കാര്യം മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് കാണിച്ചതെന്ന് വിചാരിച്ചു. അപ്പം ഔലിയാക്കന്മാരുടെ ഓരോ കാലഘട്ടത്തിലെ ഔലിയാക്കന്മാരുടെ നേതാവാണ് കുത്തുബ്. അപ്പം ആ കുത്തുബിന് എല്ലാ കുത്തുബുകളും ഒരുപാടല്ല. കുത്തുബുകളിൽ തന്നെ ഏറ്റവും ഉന്നതരായ ആളുകളാണ് ഹത്മ് എന്നുള്ള മക്കാം എത്തിച്ചവർ കുത്തുബുകളിൽ തന്നെ ഏറ്റവും ഉന്നതമായ ആളുകളാണ്. അത് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ഹത്മിന്
രണ്ട് ടൈപ്പ് ഹത്തമുണ്ട്. ഒന്ന് ലാഹിറായത്, രണ്ട് ബാത്തിൻ. അപ്പോൾ ഹത്തുമുൽ വിലായത്തിൻ്റെ ഹത്തുമ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഒരു വിലായത്തിൻ്റെ ഹത്തുമുണ്ട്, ആന്തരികമായ വിലായത്തിൻ്റെ ഹത്തുമുണ്ട്. ബാഹ്യമായ വിലായത്തിൻ്റെ ഹത്തുമ് ചെയ്യപ്പെട്ടത് ഇമാം മഹദിയാണ്. ഇപ്പോൾ നമ്മൾ സയ്യിദുന ശൈഖ് അഹ്മദ് തിജാനി തങ്ങൾ ഹത്തുമുൽ ഔലിയ എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ഇമാം മഹദി നിഷേധിക്കാമെന്നല്ല. ഇമാം മഹദി ഹത്തുമാണ്, പക്ഷെ അതെന്താണ്? ബാഹ്യമായ വിലായത്തിൻ്റെ ഹത്തുമാണ്. ബാഹ്യമായ വിലായത്തിൻ്റെ തസറുഫാത്ത് നടത്തുന്ന, ബാഹ്യമായ കൈകാര്യങ്ങൾ നടത്തുന്ന, ഭരണം നടത്തുന്ന വിലായത്ത്, അതിൻ്റെ ഹത്തുമാണ് ഇമാം മഹദി. ഇനി ബാത്തിനായ ഖിലാഫത്ത്, ബാത്തിനായ ഹത്തമുണ്ട്. ബാത്തിനായ ഹത്തമിന് രണ്ട് ഉണ്ട്. ഒന്ന് പൊതുവായത്, ഒന്ന് പ്രത്യേകപ്പെട്ടതും. ഈ പൊതുവായ ഹത്തുമുൽ വിലായത്തുണ്ട്. ഹത്തുമുൽ വിലായത്തിൻ്റെ ബാത്തിനുള്ള പൊതുവായ ഭാഗം ഹത്തുമ് ചെയ്ത ആളാണ് സയ്യിദുന ഈസാ അലൈഹിസ്സലാം. ഇനി പ്രത്യേകപ്പെട്ട ഹത്തമുണ്ട്. ഈ പ്രത്യേകപ്പെട്ട ഹത്തമ് അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സാധാരണ ഔലിയാക്കന്മാരിലുള്ള എല്ലാ ഔലിയാക്കന്മാരിലും ഒരൊറ്റ ആൾ എന്ന് പറയുന്ന ആ ഒരാൾ ഖത്മുൽ ഔലിയ അൽ അക്ബർ, ഏറ്റവും ഉന്നതമായ ഖത്മുൽ ഔലിയ എന്നൊക്കെ വിളിക്കുന്ന സ്ഥാനത്ത് ഈ പ്രത്യേകപ്പെട്ട ആളാണ്. ഇതാണ് നമ്മുടെ ഷെയ്ഖായ സയ്യിദുന ഷെയ്ഖ് അഹമ്മദ് തിജാനി. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് കുത്തുബ് എന്ന് പറയുമ്പോഴും ഹത്തുമ് എന്ന് പറയുമ്പോഴും ഇമാം മഹദി എന്ന് പറയുമ്പോഴും ഈസാ അലൈഹി സ്വലാം എന്ന് പറയുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഔലിയാക്കന്മാരുടെ ഒക്കെ നേതാവ്, ഓരോ കാലഘട്ടത്തിൽ നേതാവ് കുത്തുബാണ്. ആ കുത്തുബുകളിൽ തന്നെ ഏറ്റവും ഉന്നതമായ ആളുകളാണ് ഹത്തുമ്. ആ ഹത്തുമുൽ വിലായത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ബാഹ്യമായതും ലാഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായതാണ്. ബാത്തിൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായത്. ബാഹ്യമായ ഒരു വിലായത്തുണ്ട്, ഖത്തമുണ്ട്, ആന്തരികമായ ഖത്തമുണ്ട്. ബാഹ്യമായ ഖത്തമാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ആന്തരികമായ ഖത്തമിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് പൊതുവായൊരു ഖത്തമാണ്, പൊതുവായ ബാത്തിനായ ഖത്തം. രണ്ട് പ്രത്യേകപ്പെട്ട ബാത്തിനായ ഖത്തം. പൊതുവായ ബാത്തിനായ ഖത്തമിയത്ത് സയ്യിദുന ഈസാ അലൈഹിസ്സലാമും, എന്നാൽ പ്രത്യേകമായ ഹത്തുമ് സാധാരണ ഔലിയാക്കന്മാരുടെ ഹത്തുമുൽ ഔലിയ അൽ അക്ബർ എന്ന് വിളിക്കുന്ന ഏറ്റവും ഉന്നതമായ ഔലിയാക്കന്മാരുടെ ഒറ്റൊരു സ്ഥാനീയനായ ആൾ, വിശ്വാസങ്ങളുടെ എല്ലാ ഇൽമും ഔലിയാക്കന്മാരിലേക്ക് കൊടുക്കുന്ന ഏറ്റവും ഉന്നതനായ സ്ഥാനീയനായ ആൾ, അത് സയ്യിദുന ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാം ഇമാം മഹദി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാമിനേക്കാൾ വലുതാണ്. കാരണം അത് ലാഹിറാണ്, ഇത് ബാത്തിനാണ് എന്ന കാരണം കൊണ്ട്. നമുക്ക് തുടർന്ന് പോവാം. ഈ കുത്തുബിയത്തിൻ്റെ ഖത്തമീയത്ത് എന്ന മക്കാം പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ച അഖ്താബുകൾ വിലായത്തുൽ ബാത്തിനിയത്തുൽ ഹാസയിലുള്ളവരാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രകാരമാണിത്. മുമ്പ് പറഞ്ഞ ഏതെങ്കിലും അർത്ഥത്തിൽ ഖത്തമീയത്ത് എന്ന പദവി എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഖാത്തമ് എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കുത്തുബാനിയത്തിൽ തന്നെ ഉയർന്ന മക്കാം എത്തിച്ച ആൾക്കാരെ നമ്മൾ ഖാത്തമ് എന്നൊക്കെ പറയാറുണ്ട്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്ൻ അറബി തങ്ങളെക്കുറിച്ച് ഖത്തമ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പല ഔലിയാക്കന്മാരെക്കുറിച്ചും ഹത്തുമ് എന്ന് പറയാറുണ്ട്. ആ ഹത്തുമ് പറയുന്ന അപ്പം മനസ്സിലാക്കും ഒരു ഹത്തുമാണോ നമ്മളെ ഷെയ്ഖ് ഹത്തുമാണോ, അപ്പോൾ എല്ലാം കൂടി ആകെ ഹത്തുമീയത്തിൻ്റെ വിഷയത്തിൽ ആകെ അഭിപ്രായ വ്യത്യാസമാണോ എന്ന് മനസ്സിലാക്കരുത്. ആ ഹത്തുമ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കുത്തുബാനിയത്തിൽ തന്നെ ഉന്നതമായ മക്കാമ എത്തിച്ച ആളുകൾക്ക് ഹത്തുമ് എന്ന് പറയും. ആ ഹത്തുമാണത്. ഇനി ഇതിൽ ബഹുമാനപ്പെട്ടവർ ഒരു കുറിപ്പ് കൊണ്ടുവരുന്നുണ്ട്. മഹാപണ്ഡിതനായ ഗ്രന്ഥകർത്താവ് സയ്യിദി
മുഹമ്മദ് അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു തൻ്റെ വഗിയത്തുൽ മുസ്തഫീദ് എന്ന ഗ്രന്ഥത്തിൻ്റെ കയ്യേത്തു പ്രതിയിൽ ഈ ഭാഗത്തിൻ്റെ മാർജിനിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഖാത്തിമീയത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും ആ പേരിൽ വിളിക്കപ്പെടുന്നവരിലെ ഖാത്തിം എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും കൃത്യമായ പഠനമാണിത്. അതിനാൽ തിടുക്കപ്പെടാതെ സാവധാനം താങ്കൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. മഹത്തുക്കളുടെ വാക്കുകൾക്കിടയിൽ കണ്ടേക്കാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് താങ്കളുടെ സംശയങ്ങൾ ഇതോടെ തീർച്ചയായും നീങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് ഇങ്ങനെ ഖത്മു ഔലിയാൻ്റെ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതതിൻ്റെ ഏറ്റവും കറക്റ്റ് വിശദീകരണം. ഇതിൽ ആദ്യത്തെ അർത്ഥത്തിലുള്ള ഖത്മ്, അതായത് കുത്തുബാനിയത്തിൻ്റെ ഉന്നത പദവിയിലെത്തിയവൻ എന്നത് ഒരാളാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രം. ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാലഘട്ടത്തിൽ വേറൊരാൾ. കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു കുത്തുബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓരോ കാലത്തിനും ഒരു ഖത്മുണ്ട് എന്ന് പറയുന്നത് യാതൊരു അസ്വാഭാവികതവുമില്ല. അതായത് ഓരോ സമയത്തും ഒരു കുത്തുബേ ഉണ്ടാവുള്ളൂ. ആ കുത്തുബ് ഉയർന്നിട്ടാണ് ഖത്മാവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാം ആ ഖത്മ് ഒരാളെ ഉണ്ടാവുള്ളൂ. കാരണം ആ കുത്തുബ് ഉയർന്നിട്ടാണ് ഖത്മാവുന്നത്. കുത്തുബ് എന്തായാലും ഒരാളല്ലേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഓരോ കാലഘട്ടത്തിനൊരു ഖത്മ് ഉണ്ട് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖത്മില്ലാത്ത ഒരു കാലവും ഇല്ലെന്നല്ല. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും കുത്തുബ് ഉണ്ടാവും. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും ഖത്മ് ഉണ്ടാവണമെന്നില്ല. കാരണം കുത്തുബാനിയത്തിൽ ഏറ്റവും ഉയർന്ന മക്കാം എത്തിച്ചാലേ ഖത്മാവുള്ളൂ. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഖത്മ് ഉണ്ടാവണമെന്നില്ല, കുത്തുബ് ഉണ്ടാവും. അപ്പോൾ കുത്തുബ് എല്ലാ കാലത്തും ഉണ്ടാവുമെങ്കിലും ഖത്മ് എല്ലാ കാലത്തും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ കിതാബുകളും ഈ പദവിയിൽ എത്തിച്ചേരേണ്ടി വരും. അതായത് എല്ലാ കാലത്തും ഖത്മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തെയും കുത്തുബാനിയത്തിൽ എത്തിച്ച ആളുകൾ ഖത്മീയത്ത് എന്നുള്ള മക്കാം എത്തിച്ചവരാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ലല്ലോ. മറിച്ച് ഓരോ കാലഘട്ടത്തിലും ഈ പദവിയിൽ എത്തുന്നവർ പലരുണ്ടാവാം എന്നാണ് അർത്ഥം. ഓരോ കാലത്തും ഈ പദവിയിൽ എത്തുന്നവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ താല്പര്യം മുജദ്ദിദിനെ കുറിച്ച് വന്നതുപോലെയാണ്. ഹദീസിൽ മുജദ്ദിദ് വന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് ഉണ്ടാവും. എല്ലാ നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ മുജദ്ദിദ് ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഓരോ കാലത്തിനും ഒരു മുജദ്ദിദ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ മുജദ്ദിദ് ഇല്ലാതെ കാലമേ ഇല്ല എന്നർത്ഥവുമില്ല. അപ്പോൾ ഓരോ നൂറ്റാണ്ടിൽ മുജദ്ദിദ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മുജദ്ദിദ് ഇല്ലാത്ത ഒരു കാലം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. മുജദ്ദിദ് ഇല്ലാത്ത കാലവും ഉണ്ടാവും. പക്ഷേ ഒരു നൂറ്റാണ്ടിലൊരു മുജദ്ദിദ് ഉണ്ടാവും. മുജദ്ദിദ് മരിച്ചാൽ വേറെ മുജദ്ദിദ് ഉണ്ടാവും നിർബന്ധമൊന്നുമില്ല. അതേപോലെയാണിത്. ഖത്മീയത്ത് എന്നുള്ള മക്കാമ് എത്തിച്ച ആൾ ഉണ്ടാവുമ്പോൾ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ എല്ലാ സമയത്തും അങ്ങനെ മക്കാം എത്തിച്ച ആൾ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പോൾ രണ്ടാമത്തെ അർത്ഥത്തിലുള്ള ഖത്മ് അവസാന കാലത്ത്, അതായത് വിലായത്തുൽ ലാഹിറത്തുൽ ഖത്മ്, അവസാന കാലത്ത് അള്ളാഹു നീതിമാനായ വിധികർത്താവായി നിയോഗിക്കപ്പെടുന്ന ഇമാമാണ്. അതായത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. അത് കാലത്ത് ഒരാൾ മാത്രമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അഹ്ലു കശ്ഫ് എല്ലാവരും ഇത് യോജിച്ചിരിക്കുന്നു. അപ്പോൾ അവസാനം ഈ ഖത്മീയത്തിൻ്റെ വിലായത്തിൻ്റെ ലാഹിറായ വശത്തിൻ്റെ ഖത്മീയത്ത് ബഹുമാനപ്പെട്ട ഇമാം മഹദി അലൈഹിസ്സലാം ആണ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ തലത്തിലുള്ള ഖത്മ്, അതായത് വിലായത്തുൽ ബാത്തിനത്തുൽ ആമ്മ, പൊതുവായ ആന്തരിക വിലായത്തിൻ്റെ പദവി, അവസാന ഇടം, അത് ഒരാൾ തന്നെയാണ്. അത് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അതായത് ബാത്തിനായ ഖത്മിൻ്റെ പൊതുവായ മക്കാം അത് ഈസാ നബി അലൈഹി സ്വലാമിനുമാണ്. എന്നാൽ ഇനി അൽ ഖത്മുൽ അക്ബർ അഥവാ അൽ വിലായത്തുൽ മുഹമ്മദിയുടെ മുദ്ര, അത് കാലഘട്ടത്തിൽ ഒരു കാലത്ത് ഒരാൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഈ കാലഘട്ടം വരെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു അൽ വിലായത്തുൽ മുഹമ്മദിയെ, അതായത് ആന്തരിക വിലായത്തിന് അദ്ദേഹം വഴി മുദ്ര വെക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ കുത്തുബ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ കുത്തുബിൻ്റെ മക്കാമൊക്കെ പറഞ്ഞില്ലേ, എത്ര വലിയ മക്കാമാണത്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ പ്രപഞ്ചത്തിൽ എന്ത് നടക്കണമെങ്കിൽ ആ കുത്തുബിലൂടെ നടക്കുള്ളൂ. ആളുകൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ കുത്തുബിലൂടെ കിട്ടുള്ളൂ. ആളുകൾ എന്തൊക്കെ ആത്മീയ അവസ്ഥകൾ കടന്നു പോവുകയാണെങ്കിൽ അത് കുത്തുബ് അനുഭവിച്ചിട്ടില്ല, അത് കടന്നു പോകില്ല. അവർ ഏതൊക്കെ അസുറാറുകളും ആത്മീയമായ മാനകളും എന്തൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടോ അത് കുത്തുബിലൂടെ മാത്രമേ അനുഭവിക്കുള്ളൂ. ഇതാണ് കുത്തുബിൻ്റെ മക്കാം എന്ന് നമുക്കറിയാം. ആ കുത്തുബിനെ ഉയർന്ന് ഉന്നതമായ അവസ്ഥ എത്തുമ്പോഴാണ് ഖത്മ് എന്ന് പറയുന്നത്. ആ ഹത്മ് അനുഭവിക്കുന്നത്, ഹത്മിൽ എത്താത്തൊരു കുത്തുബ് അനുഭവിച്ചാൽ കുത്തുബ് വരെ മരിച്ചു.
അത്രയും ഉന്നതമായ മക്കാമാണ് ഖത്മ്. അതിൽ തന്നെ ഏറ്റവും ഉന്നതമായ മക്കാമാണ് ഖത്മുൽ ഔലിയ എന്നറിയപ്പെടുന്ന മക്കാം. അതാണ് സയ്യിദുന ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളുടെ മക്കാം. ആ ഷെയ്ഖിൻ്റെ മുരീദന്മാരാവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തൗഫീക്ക് എന്താ? ഇനി ദുനിയാവ് മുഴുവൻ അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് എടുത്താലും, പിന്നെ നമുക്ക് ദുനിയാവിൽ ഒന്നും അള്ളാഹു നൽകിയില്ലെങ്കിലും, എല്ലാ പരീക്ഷണങ്ങളും അള്ളാഹു നൽകിയാലും, വേറെ ഈ ഒരു മക്കാമെത്തിച്ചൊരു മനുഷ്യൻ്റെ ആളാവാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും ഇല്ലല്ലോ. അതന്നെ ഏറ്റവും സുപ്രീമായ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത ആളുമായി ബന്ധം സ്ഥാപിക്കാന്നല്ലേ. അതന്നെയല്ലേ നമുക്ക് അള്ളാഹു തന്നത്. ഇനി അതിൻ്റെ അപ്പുറത്ത് എന്ത് കിട്ടാനാ? ഒരാൾ തിജാനി ആയതിനു ശേഷം അവന് മറ്റ് ഔലിയാക്കന്മാരെ പിന്നാലെ പോവുകയോ, മറ്റ് ത്വരീഖത്തുകളുടെ പിന്നാലെ പോവുകയോ, മറ്റ് ഔറാദുകൾ പിന്നാലെ പോവുകയോ, അല്ലെങ്കിൽ ഈ ഔറാദ് വേണ്ട വിധം ഗൗനിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ ഇത്രമാത്രം ഹതഭാഗ്യനാണ്. മറ്റ് ഔലിയാക്കന്മാരൊക്കെ മാക്സിമം കുത്തുബാനിയത്തിലെത്തിച്ചോരാ. മാക്സിമം പറയുക ഒരു കുത്തുബ് എന്ന് പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എന്ത് പറയാൻ അവർക്ക്? എന്നാൽ കുത്തുബിൻ്റെ ഒക്കെ അങ്ങേയറ്റത്ത് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത മക്കാമാണ് സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങളുടെ മക്കാം. മഹാനവറുകളെ അതുകൊണ്ടല്ല പറഞ്ഞത്, എന്നെ നിങ്ങൾ കുത്തുബുകളുമായി താരതമ്യം ചെയ്യുന്നത് കുത്തുബുകളെ സാധാരണക്കാരുമായി താരതമ്യം ചെയ്യുന്നപ്പോഴാണ്. ഈ മക്കാമുകളുടെ ഒക്കെ ഒരവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലാഹു പറഞ്ഞ ഇത്രമാത്രം സത്യമാണ്. കുത്തുബുകളെ സാധാരണക്കാരുമായിട്ട് താരതമ്യം ചെയ്യുന്ന പോലെയാണ് എന്നെ നിങ്ങൾ കുത്തുബുകളായിട്ട് കമ്പയർ ചെയ്യുന്നത്. മറ്റ് ത്വരീഖത്തുകളിലും മറ്റ് ഔലിയാക്കന്മാരൊക്കെ ഓരൊക്കെ മാക്സിമം കുത്തുബാണ്. നമുക്കതിനൊന്നും നിഷേധമല്ല. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി അതിലേക്ക് പോകുന്നവർ എത്ര വലിയ ഹതഭാഗ്യന്മാരാണ്. അപ്പോൾ ഈ കാവ്യത്തെ രണ്ടാമത്തെ വരിയെക്കുറിച്ച് ചർച്ചയിൽ നാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മക്കാമിൻ്റെ ഖത്മ് അദ്ദേഹത്തിലാവുക എന്നതിനർത്ഥം അദ്ദേഹത്തിന് ശേഷം വന്നവരിലോ അദ്ദേഹത്തിന് മുമ്പ് വന്നവരിലോ ആരും അദ്ദേഹം പ്രകടമാക്കിയ ആ പൂർണ്ണതയോട് അത് പ്രകടമാക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ അഹ്മദ് തിജാനി തങ്ങൾ ഖത്മുൽ ഔലിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ശേഷം ഒരു വലിയ എന്നല്ല. മഹാനവറുകൾക്ക് മുമ്പോ ശേഷമോ ആ വിലായത്തിന് ഇത്രയും പരിപൂർണതയോടുകൂടി പ്രകടമാക്കിയ ഒരാളുമില്ല. ഇത് നമുക്ക് എത്രത്തോളം രസകരം, എത്രത്തോളം ഇത് സമ്പൂർണവുമാണ്. നിങ്ങൾ വിലായത്തിൻ്റെ, ത്വരീഖത്തിൻ്റെ, മാരിഫത്തിൻ്റെ, ആത്മീയമായ അനുഭവങ്ങളുടെ ഏതൊക്കെ തലങ്ങളെടുത്തോ, ഔലിയാക്കന്മാർ എന്തൊക്കെ പറഞ്ഞതെടുത്തോ, ഏതൊക്കെ കിതാബുകൾ ആരൊക്കെ എന്ത് പറഞ്ഞെടുത്തോ, മുഴുവൻ എടുത്തോ വരി. എന്നിട്ട് അത് നമുക്ക് അഹ്മദ് തിജാനി തങ്ങൾ ഉണ്ടോ നോക്കുക. ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു മഹാൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം വിലായത്തിൻ്റെയും മാരിഫത്തിൻ്റെയും ആത്മീയമായ അഹ്വാലുകളുടെയും മുഹമ്മദിയ ഹഖീഖത്തിൻ്റെ അവസ്ഥകളുടെയും കുത്തുബാനിയത്തിൻ്റെ രഹസ്യങ്ങളുടെയും എന്തൊക്കെ അവരുടെ അടുത്തുണ്ടോ മുഴുവൻ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് അഹ്മദ് തിജാനി തങ്ങളെ വെച്ചിട്ട് അതൊന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് മനസ്സിലാവും അതൊന്നും അഹ്മദ് തിജാനി തങ്ങൾ ഇല്ലാത്തായിട്ടില്ല. ഇതൊക്കെ അഹ്മദ് തിജാനി തങ്ങളുണ്ട്. മാത്രമല്ല ഇവർക്കൊന്നും പറയാൻ പറ്റാത്ത അഹ്മദ് തിജാനി തങ്ങളുണ്ട്. അപ്പോൾ ആരാ വലുത്? നമുക്ക് ഒരു ത്വരീഖത്തിൽ ഉള്ള ഒരു കാര്യം നമുക്ക് അന്യമല്ല. ഒരു മഹാൻ പറഞ്ഞത് നമുക്ക് അന്യമല്ല. കാരണം എന്താ? അതൊക്കെ നമുക്ക് ഇതിൽ വെച്ച് നോക്കാം. ശരിയാണ്, നമ്മൾ ത്വരീഖത്തിലുണ്ട്. സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓരോ അഹ്വാലുകളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. എന്നാൽ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ ഉള്ളിലുള്ളത്, തിജാനി ത്വരീഖത്തിലുള്ളത്, അഹ്മദ് തിജാനി തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്, അവരിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ആ കാര്യങ്ങൾ മറ്റു ത്വരീഖത്തുകളിലൊന്നുമില്ലാത്തത് എത്രയോ ഇനുണ്ട്. അതെന്നെ പോരെ ഈ മഹാൻ്റെ മഹത്വവും ഈ ത്വരീഖത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ. പിന്നെ നമ്മളത് എത്രത്തോളം ഗൗനിക്കുന്നുണ്ടോ ഉള്ളതിനെ പോലെ ഇരിക്കും കാര്യങ്ങൾ. ഇപ്പം നമ്മൾ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ ബൈഅത്ത് ചെയ്തവരൊക്കെ എല്ലാവരും ഇങ്ങനെ ആവണം നിർബന്ധമില്ല. ഓരെത്രത്തോളം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. അതാണ് വിശ്വാസങ്ങളും സഹാബാക്കൾ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അവരെത്രത്തോളം അതിന് വിശ്വാസങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചു, വിശ്വാസങ്ങൾക്ക് മഹത്വം കൽപ്പിച്ചു, അതിനനുസരിച്ച് അവരിൽ മക്കാമുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ കുറിച്ച് ഖത്മുൽ ഔലിയാണെന്ന് പറയുന്നത് മഹാനവറുകൾക്ക് മുമ്പോ ശേഷമോ വിലായത്തിൻ്റെ ലോകത്ത് മഹാനവറുകളെപ്പോലെ പരിപൂർണനായി ഒരാളും വെളിവായിട്ടില്ല എന്നാണ്. മഹാനവറുകൾ വെളിവാക്കിയ ഒരു പരിപൂർണത ഉണ്ട്. ആ പരിപൂർണതയെ പോലും ഒരാൾക്കും വെളിവാക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ആ ഖത്മുൽ അക്ബർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹത്മിൽ അംബിയാൻ്റെ ഹൃദയത്തിലുള്ളതാണ്. അതായത് വിശ്വാസങ്ങളുടെ ഹൃദയമാണ് ശരിക്കും മക്കാം. വിശ്വാസങ്ങൾ ആന്തരികമായ അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അദ്ദേഹം എല്ലാ ഔലിയാക്കളുടെയും ആത്മീയ അനുഭൂതികളെ യാഥാർത്ഥ്യമാക്കുന്നു എന്നത്. എന്നാൽ അദ്ദേഹത്തിന് മാത്രമായ ഒരു ആത്മീയ അനുഭൂതി പ്രത്യേകമായിട്ടുണ്ട്. അത് റസൂലുള്ളാഹി ഈ ഖത്മുൽ ഔലിയൻ്റെ പ്രത്യേകപ്പെട്ടതാണ്. അത് ഖത്മുൽ ഔലിയൻ്റെ ഉള്ളിൽ നമുക്ക് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാരുടെ ആത്മീയ അനുഭൂതി കാണാൻ പറ്റും. എല്ലാവരും അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലുള്ള പല കാര്യവും മറ്റൊരിടത്തും ഉണ്ടാവില്ല. പ്രത്യേകമായ അവർക്ക് വേറെയും കിട്ടിയിട്ടുണ്ട്. ഖത്മുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ എല്ലാ അമ്പിയാക്കളുടെയും ആത്മീയാനുഭൂതി യാഥാർത്ഥ്യമാക്കിയതുപോലെയും അവിടത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായുള്ള സവിശേഷതകളുള്ളതുപോലെയാണത്. അത് വിശ്വാസങ്ങളെ പോലെയാണത്. വിശ്വാസങ്ങൾ എല്ലാ അമ്പിയാക്കന്മാരുടെയും എല്ലാ അവസ്ഥകളെയും ഒരുമിച്ച് കൂട്ടിയവരാ. പുറമെ വിശ്വാസങ്ങൾക്ക് വേറെ സ്പെഷ്യലായിട്ടും കിട്ടിയിട്ടുണ്ട്. അതേപോലെയാണ് ഔലിയാക്കന്മാരിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്ഥാനം. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു തൻ്റെ തബക്കാത്തിൽ വലിയ മഹാനായ ഉസ്താദായ സയ്യിദി മുഹമ്മദ് വഫായിൽ നിന്ന് ഇത് ഉദ്ധരിച്ചിരിക്കുന്നു. ഈ ഹത്മിനെ കുറിച്ച് മഹത്തുക്കളായ പല ഇമാമുകളും പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇതിനെക്കുറിച്ച് സ്പഷ്ടമായി ആദ്യം പറഞ്ഞത് ആരിഫീങ്ങളുടെ പൂർണ്ണരായ ഹാത്തിമി, ഷാദുൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ പരിപൂർണനായ ആത്മീയ രുചി കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ മഹാന്മാരിൽ മഹാനായ ഷെയ്ഖ് ഇമാം മുഹദ്ദിസ് സൂഫി അബു അബ്ദുല്ലാ സയ്യിദി മുഹമ്മദ് ബിൻ അലി അത്തർമിദി അൽ ഹാക്കിം റളിയല്ലാഹു അൻഹു ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസാണ്. ഇമാം ഷഹറാനി തങ്ങൾ പറയാണ്, ഈ ഹതമിയത്തിനെ കുറിച്ച്, ഹതമുൽ ഔലിയ എന്നൊരു മക്കാമിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞ ആൾ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തിർമിദി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവറുകൾ വലിയ മഹാനാണെന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു തങ്ങളും ഇബ്നു അറബി അൽ ഹാത്തിമി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയ ആളാണ്. വലിയ മഹാനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഉദ്ധരണി കാണാം. അല്ലാമ സയ്യിദി അബ്ദുറഹ്മാൻ ബിൻ അബുൽ ഖാസിമിന് എഴുതിയ ഒരു തൻ്റെ കത്തിൽ ഗ്രന്ഥകർത്താവായ അല്ലാമ സയ്യിദി മുഹമ്മദ് അൽ അറബി ബിൻ ഷാഹി അദ്ദേഹത്തെക്കുറിച്ച്, അതായത് ഹാക്കിമി തിർമിദിയെക്കുറിച്ച് പറയുന്നു. ഹാത്മീയത്തിൻ്റെ പദവിയിലേക്ക് ആദ്യമായി സൂചന നൽകിയത് അദ്ദേഹമാണ്. ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായി അറിയപ്പെടുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഉത്തരം നൽകാൻ ഖാത്തിമുൽ അക്ബർ അല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അത് 155 ചോദ്യങ്ങളാണ്. അള്ളാഹു നേരിട്ട് നൽകിയ അദ്ദേഹത്തിൻ്റെ ജ്ഞാനങ്ങളുടെ അഗാധതക്കും അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ ആത്മീയ രുചിക്കും ഇതൊരു തെളിവാണ്. അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ കാഫിറായി മുദ്രകുത്തുകയും അദ്ദേഹത്തിൻ്റെ നാടായ തിർമിദിയിൽ നിന്ന് നാട് കടത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഹത്മുൽ ഔലിയ എന്നുള്ള വിഷയത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ഹത്മുൽ അക്ബർ എന്ന് പറഞ്ഞ മക്കാം എത്തിച്ച ആൾക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ 155 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനൊക്കെ മൂപ്പരെ ഗ്രന്ഥം എഴുതിയപ്പോൾ എന്താ സംഭവിച്ചത്? മൂപ്പരെ എഴുതിയത് കാരണമായി മൂപ്പര ആൾക്കാർ കാഫിറാക്കി, മൂപ്പരെ തിർമിദിൽ നിന്ന് നാട്ടിലെ മൂപ്പർ ജീവിച്ച് അവിടെ നാട് കടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഉള്ള മഹത്തുക്കളായ ഔലിയാക്കന്മാരാണ് മൂപ്പർ വലിയ മഹാനായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം ആ കാലത്ത് ആളുകൾക്ക് പരിചിതമല്ലാത്തൊരു സാധനമാണ് മൂപ്പർ പറഞ്ഞത് എന്ന കാരണം കൊണ്ട്. അങ്ങനെയാണല്ലോ ഏതൊരു മക്കാമും വലിയ മക്കാമും താഴെയുള്ളവർക്ക് മറായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം ഖതമിയ്യത്ത് എന്നുള്ള മക്കാം എത്തിച്ച ആളായിരിക്കണം, ഔലിയാക്കന്മാരെ കുത്തുബാനിയത്തിലെത്തിയ ആളുകളെ കൂട്ടത്തിൽ. ഖതമിയ്യത്തിനെ കുറിച്ച് സംസാരിച്ചവരിൽ പ്രമുഖനാണ് ഷെയ്ഖുൽ അക്ബർ ഇമാം ഇബ്നു അറബി അൽ ഹാത്തിമി റളിയല്ലാഹു അൻഹു. അൽ ഫുതൂഹാത്തിൽ മക്കിയയിൽ പലയിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആൻകാവ് മഗ്രിബ് ഫി ഖാത്തിമിൽ ഔലിയ വശംസു മഗ്രിബ് എന്ന പേരിൽ ഇതിനായി മാത്രം അദ്ദേഹം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതായത് ഹാക്കിമി തിർമിദി റളിയല്ലാഹു അൻഹു തങ്ങൾ ഖത്മുൽ ഔലിയ എന്നുള്ള മക്കാമിനെ കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ മൂപ്പർ നാട് കടത്തപ്പെട്ടു, മൂപ്പർ കാഫിറായി. പിന്നീട് ഇതിനെപ്പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഫുതൂഹാത്തുൽ മക്കിയയിലും ആൻകാൽ മഗ്രിബ് ഫി ഖാത്തിമിൽ ഔലിയ വശംസുൽ മഗ്രിബ് എന്ന കിതാബിലും ഇതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബഹുമാനപ്പെട്ട
മുഹീദ്ദീൻ ബിൻ അറബി തങ്ങളെക്കുറിച്ചും പല ആളുകളും കാഫിറാന്ന് വിധിക്കുകയും പിന്നെ അദ്ദേഹത്തിനെ മുർത്തദ എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ മഹത്തുക്കളായ ഒരുപാട് വലിയ വലിയ മഹാന്മാർ അദ്ദേഹത്തിൻ്റെ മാരിഫത്തിനെ സാക്ഷ്യപ്പെടുത്തുകയും അദ്ദേഹം ഷെയ്ഖുൽ അക്ബർ ആണെന്ന് വിലയിരുത്തുകയും ചെയ്തു പിൽക്കാലത്തുള്ളവർ. അപ്പോൾ ബഹുമാനപ്പെട്ട അറബി ബിൻ ഷാഹി തങ്ങൾ പറയാണ്, അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി ഒരു പതിപ്പ് എനിക്ക് ലഭിക്കുകയും ഞാനത് വായിക്കുകയും ചെയ്തു. ആൻകാ മഗ്രിബ് എന്ന കിതാബിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനവും ആ കിതാബും ബഹുമാനപ്പെട്ട അറബി ബിൻ ഷാഹി തങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ ആത്മീയ ചൈതന്യത്തിൻ്റെയും ആത്മീയ രുചിയുടെയും കാര്യത്തിൽ ആ വ്യാഖ്യാനവും മൂലഗ്രന്ഥവും തമ്മിൽ വലിയ അന്തരമുണ്ട്. വ്യാഖ്യാനം എഴുതിയ ആൾക്ക് മറ്റേ അത്ര രുചി ഇല്ലാന്ന് തോന്നുന്നു. കാരണം അത് വ്യാഖ്യാനിച്ചപ്പോൾ അതിൻ്റെ ഒരു രസം കിട്ടുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല. ആ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് തന്നെ, അതായത് ഇബ്നു അറബി അൽ ഹാത്തിമിയാണ് ആ ഹാത്തിമുൽ അക്ബർ എന്ന് പക്ഷത്തേക്കാണ് തൻ്റെ വ്യാഖ്യാനം ചായുന്നത്. ആ ഗ്രന്ഥം എഴുതിയ ആൾ അത് തനിക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് വ്യാഖ്യാനിച്ച ആൾ അത് മുഹീദ്ദീൻ ബിൻ അറബി തങ്ങളെ മക്കാമാണെന്ന് വ്യാഖ്യാനിച്ചതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പദവിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവും ആ പദവിയുടെ ഉടമയുടെ സവിശേഷതയെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരണവും കണ്ടതുകൊണ്ടാണ് വ്യാഖ്യാതാവ് അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ ആ പദവി മുഹീദ്ദീൻ ബിൻ അറബി തങ്ങളായ ആ പദവിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ ഇത് എഴുതിയ ആൾ മുഹീദ്ദീൻ ബിൻ അറബി ആണല്ലോ, മൂപ്പര വലിയ മഹാനാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മൂപ്പര ആ പദവിയിലുള്ള ആളായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്, ആ വ്യാഖ്യാതാവ്. മാത്രമല്ല ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം നൽകിയ ചില സൂചനകളും ഇതിന് കാരണമായി. കാരണം അൽ ഹാത്തിം താനല്ല മറ്റൊരാളാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്നതിനു മുമ്പാകാം അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചത്. അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. അദ്ദേഹത്തിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തതും അദ്ദേഹത്തിന് ഉദ്ധരിക്കപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മക്കാമിനെ ഹത്മിയത്തിനെ കുറിച്ച് പറഞ്ഞവരിൽ ഏറ്റവും പ്രധാനിയായ ഒരാൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇമാം അൽ മുഹദ്ദിസ് സൂഫി അബു അബ്ദുല്ലാ സയ്യിദി മുഹമ്മദ് ബിൻ അലി അത്തർമിദി അൽ ഹാക്കിം റളിയല്ലാഹു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഷെയ്ഖ് അബുൽ അബ്ബാസ് അഷാറാനി റളിയല്ലാഹു തൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹത്മിയത്തിനെ കുറിച്ചും ശരീഅത്തിന് നിഗൂഢമായ തത്വങ്ങളെക്കുറിച്ചും അതിന് അദ്ദേഹം ഇലലു ശരിയ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ കാരണം അവർ അദ്ദേഹത്തെ നിഷേധിച്ചു. ആ നാട്ടിലുള്ള ആൾക്കാർ, പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിന് നിഷേധിച്ചു. ഈ രണ്ട് പുസ്തകങ്ങളുടെ പേരിലും അവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ അമ്പിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനാക്കി. നിങ്ങൾ ഔലിയാക്കന്മാരെ വർണ്ണിച്ച് അമ്പിയാക്കന്മാർ അവരെക്കാളും വലുതാക്കിയോ എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തെ വളരെ കടുപ്പത്തിൽ പെരുമാറി അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം ആ രണ്ട് പുസ്തകങ്ങളും കടലിലേക്ക് എറിഞ്ഞു. ഒരു മത്സ്യം അത് രണ്ടും വീങ്ങി. പിന്നീട് അത് അവയെ പുറത്തു കളയുകയും തുടർന്ന് ജനങ്ങൾ അതിൽ നിന്ന് ഉപകാരം നേടുകയും ചെയ്തു. ഹാക്കിമി തങ്ങളെ ആൾക്കാർ കുറ്റപ്പെടുത്തി ഭയങ്കര കടുപ്പത്തിൽ, ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരല്ല, വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ. ഒരിക്കലും ആ കാലഘട്ടത്തിൽ മൂപ്പര കാലഘട്ടത്തിൽ ജീവിച്ച ഔലിയാക്കന്മാരെ, പണ്ഡിതന്മാരെ ഒക്കെ മനാക്കിബ് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥമുണ്ട്. ഒരുപാട് 100 കണക്കിന് പണ്ഡിതന്മാരെ ഔലിയാക്കന്മാരെ അതിൽ പറയുന്നുണ്ട്. പക്ഷേ മൂപ്പര പേര് അതിലില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഈ പണ്ഡിതന്മാരെന്നെ കരുതിയ മൂപ്പര് മോശക്കാരനാണ്, വൈബ് വെച്ച ആളാണ്. ഈ ഹൗത്തുമൽ ഔലിയാനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും മൂപ്പരാണ് ശരി എന്നുള്ള പിന്നീട് മനസ്സിലാവേണ്ടത്. അധികവും അങ്ങനെയാണല്ലോ. വലിയ വലിയ മഹത്തുക്കൾ ആ കാലഘട്ടത്തിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും അവരെ പറ്റി. മുഹീദ്ദീൻ ബിൻ അറബി തങ്ങളെ പോലൊക്കെ. അപ്പോൾ ഹാക്കിമി തർമി തങ്ങൾ എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ മൂപ്പരെ ആൾക്കാരെ എതിർത്തപ്പോൾ മൂപ്പരെ എഴുതിയ 2 ഗ്രന്ഥങ്ങൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ മത്സ്യം വീങ്ങി, ആ മത്സ്യം പുറന്തള്ളി. അങ്ങനെ അത് ആൾക്കാർക്ക് കിട്ടി. ആ ആൾക്കാർ ആ ഗ്രന്ഥം വായിച്ചു, അതുകൊണ്ട് ഉപകാരം നേടുകയും ചെയ്തു. അല്ല ഒരു കാര്യം കൊണ്ട് ആളുകൾക്ക് ഉപകാരം കിട്ടണമെന്ന് വിചാരിച്ചാൽ വേറെ അത് എഴുതിയ ആളെന്നെ ഉപകാരം കിട്ടരുതെന്ന് വിചാരിച്ചാൽ പോലും നടക്കൂല, കിട്ടുക തന്നെ ചെയ്യും. അതിൻ്റെ തെളിവാണത്. ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു തൻ്റെ ഫുതൂഹാത്തുൽ മക്കിയ്യ എന്ന പുസ്തകത്തിൽ പലയിടങ്ങളിലായി ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാക്കിമി തർമിദി തങ്ങൾ ഖത്മുൽ ഔലിയനെ കുറിച്ച് പറഞ്ഞതിൻ്റെ പുറമെ മുഹീദ്ദീൻ ബിൻ ഏത് ഖത്മുൽ ഔലിയ, അതായത് ബാത്തിനിയായ ഖത്മിൻ്റെ ഖാസായ പ്രത്യേകമായ ഖത്മുൽ ഔലിയ, അതായത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അലങ്കരിച്ച മക്കാം, അതിനെക്കുറിച്ചാട്ടോ ഈ പറയുന്നത്. അല്ലാതെ പിന്നെ ലാഹിറായ ഹത്മിയത്തോ ബാത്തിനായതിൽ തന്നെയുള്ള പിന്നെ പ്രത്യേകമായ പൊതുവായ ആമായ ഹത്മിയത്തോ അല്ല, ഈ ബാത്തിനായതിൽ തന്നെയുള്ള ഖാസായ ഹത്മിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത്
ഷെയ്ഖ് മുഹീദ്ദീൻ ബിൻ അറബി തങ്ങൾ തൻ്റെ ഫുതൂഹാത്തുൽ മക്കിയ എന്ന പുസ്തകത്തിൽ പലയിടങ്ങളിലായി ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മാത്രമായി അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ആൻഖാ മഅരിബ് ഫി ഷംസുൽ ഔലിയ വഹത്തുൽ മഅരിബ് എന്ന പേരിട്ടു. ഞാൻ അത് വായിച്ചു നോക്കി. അതിൻ്റെ പേര് പോലെ തന്നെ അത് വളരെ അപൂർവവും വിചിത്രവുമായ കൃതിയാണ്. അതിൽ നിഗൂഢമായ രഹസ്യ ചിഹ്നങ്ങളും അത്ഭുതകരമായ ഭാഷയുമാണുള്ളത്. അതുപോലെ ഇമാം ഷഹറാനിയും റളിയല്ലാഹു അൻഹു അൽ യവാഖീത്ത് വൽ ജവാഹിർ, തബക്കാത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാക്കിമി തുർമിദി, രണ്ടാമത്തത് മുഹീദ്ദീൻ ബിൻ അറബി, മൂന്നാമത്തെ ആൾ ഇമാം ഷഹറാനി തങ്ങളാണ്. മഹാനവകളുടെ യവാഖത്തുൽ ജവാഹിർ, തബക്കാത്ത് എന്ന ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അൽ ഖത്മുൽ അക്ബർ, ഏറ്റവും വലിയ ഖത്മ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും അൽ ഖത്മുൽ വിലായത്തുൽ ലാഹിറ, ബാഹ്യമായ വിലായത്തുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഇമാം മഹദിയുടെ വിലായത്ത്, അതിലേക്ക് പോകാറുണ്ട്. അതുമായിട്ട് കൂട്ടി കൊഴിഞ്ഞ് പോകാറുണ്ട്. പ്രത്യേകിച്ച് അൽ ഫുതൂഹാത്തിൻ്റെ രചയിതാവിൻ്റെ വാക്കുകളിൽ ഇത് പ്രകടമാണ്. അപ്പോൾ ചിലപ്പോൾ ആളുകൾ ഈ ഖത്മുൽ ഔലിയ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഖത്മുൽ ഔലിയ ലാഹിറായ ഖത്മുൽ ഔലിയ, ഇമാം മഹദിൻ്റെ ഖത്മുൽ ഔലിയ ആണ് എന്ന് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. പ്രത്യേകിച്ചും ഫുതൂഹാത്തുൽ മക്കിയിലൊക്കെ പറഞ്ഞ വാക്കുകൾ. രണ്ട് മക്കാമുകൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനും രണ്ട് രാജാർത്ഥങ്ങളെ വേർതിരിച്ചറിയാനും കഴിയുന്നവർക്കല്ലാതെ അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഇത് രണ്ടും ഹത്തമ് എന്ന് പറയുമ്പോൾ രണ്ടും ഹത്തമാണല്ലോ. ആളുകൾക്ക് ഇത് ശരിക്കും മനസ്സിലാവാത്ത ആളുകൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പമുണ്ടാക്കും. ഈ മക്കാം, അതായത് മക്കാമുൽ ഖത്ം അൽ അക്ബർ എന്ന് പറയുന്ന ബാത്തിനിയായ പ്രത്യേകമായ മക്കാം, തങ്ങൾ കാണുന്ന ആത്മീയാവസ്ഥകളിൽ സത്യസന്ധരായ ഒരു സംഘം മഹാന്മാർ വാദിച്ചിട്ടുണ്ട് എന്ന് ഇമാം ഷഹറാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ മക്കാം തന്നെ പലരും വാദിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാൾ ഷെയ്ഖ് മുഹീദ്ദീൻ ബിൻ അറബി തങ്ങളാണ്. ഷെയ്ഖ് മുഹീദ്ദീൻ ഈ മക്കാമിനെ കണ്ടപ്പോൾ അത് തനിക്കാണെന്ന് ധരിക്കുകയും വാദിക്കുകയും ചെയ്തവരിൽപ്പെട്ടവരാണ്. അദ്ദേഹം വഫാത്തായ ശേഷം ആ മക്കാമിനെ ചുറ്റിപ്പറ്റി അദ്ദേഹം എഴുതിയ ഗദ്യവും പദ്യവും കണ്ട് ഒരു സംഘം ആളുകളും അത് അദ്ദേഹത്തിനാണെന്ന് വാദിച്ചിട്ടുണ്ട്. മൊയ്തീൻ ബിൻ അറബി തങ്ങൾ, ഇത് മൊയ്തീൻ ഷെയ്ഖ് അല്ല കേട്ടോ, ഇബിൻ അറബി തങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്. മൊയ്തീൻ ബിൻ അറബി തങ്ങൾ ആ മക്കാമിന് കണ്ടപ്പോൾ അത് തനിക്കാണെന്ന് വിചാരിച്ചു, അങ്ങനെ കരുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കണ്ടിട്ട് അദ്ദേഹത്തിനാണ് ആ മക്കാമുള്ളതെന്ന് കരുതിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. താൻ ധരിച്ചത് തനിക്കല്ലെന്നും അത് മറ്റൊരാൾക്കുള്ളതാണെന്നും അദ്ദേഹത്തിന് ബോധ്യം വന്നതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അൽ ഫുതൂഹാത്തിൽ പലയിടങ്ങളിലും അത് താനല്ലെന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളുണ്ട്. താൻ അദ്ദേഹത്തെ ആ ഖത്മിനെ കണ്ടുമുട്ടിയതായും, അതായത് ബർസഖിയായ ഒരു കൂടിക്കാഴ്ച വഴി കണ്ടുമുട്ടിയതായും, അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് മറച്ചുവെച്ച അടയാളം തനിക്ക് കാണിച്ചു തന്നതായും അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം മൊഹീദ്ദീൻ ബിൻ അറബി തങ്ങൾ വിചാരിച്ചു അത് തനിക്കുള്ളതാണെന്ന്. പിന്നീട് മൂപ്പർക്ക് മനസ്സിലായത് തനിക്കുള്ളതല്ല അവസാന കാലഘട്ടത്തിലേക്ക്. അങ്ങനെ ആ മക്കാമിലെത്തിച്ച ആളെ പിന്നീട് കണ്ടുമുട്ടി എന്ന ബാഹ്യമായ ലോകത്തല്ല, ബർസഖിയായ ലോകത്ത് കണ്ടുമുട്ടി. കാരണം അത് പിന്നീട് വരാനുള്ള ഒരാളാണല്ലോ. അപ്പോൾ പക്ഷേ ആ സമയത്ത് ഒരു കണ്ടുമുട്ടി, അവരുടെ റൂഹുകൾ തമ്മിൽ സന്ധിച്ചു എന്നർത്ഥം. അങ്ങനെ ഈ ഖത്മിൻ്റെ അടയാളമൊക്കെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വിജ്ഞാനത്തെക്കുറിച്ച് ജനങ്ങൾ നിഷേധം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെടുന്നത് താൻ കണ്ടതായും അദ്ദേഹം സൂചിപ്പിച്ചു. തൻ്റെ ഉൾക്കാഴ്ച കൊണ്ട് അദ്ദേഹം പലപ്പോഴും സഞ്ചരിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട കാര്യത്തിന് ഇത് വിരുദ്ധമല്ല. കാരണം അള്ളാഹു ഖത്മിനെ ഇദ്ദേഹത്തിന് ഇബ്നു അറബിക്ക് കാണിച്ചു കൊടുത്തു എന്നത് അസാധ്യമല്ല. അത് ആ കൂടിക്കാഴ്ചയിൽ ആ ഖത്മിൻ്റെ സാന്നിധ്യം നേരിട്ടറിയാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അജയ്യമായ യുക്തി ആവശ്യപ്പെടുന്ന മറ്റെന്തെങ്കിലും കാരണത്തിനോ ആകാം. ഞാനെപ്പോഴും ചിന്തിക്കലുണ്ട്, ഈ ഖത്മുൽ ഔലിയ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു വിലായത്തിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അത് ആ ഒരാൾക്ക് മാത്രം വെച്ചുകൊടുത്തു വേറെ ആർക്കും അറിയേണ്ടെന്ന് വിചാരിക്കുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതെന്ത് ചെയ്തു, ചില ആളുകൾക്കും അവിടെയും ഇവിടെ ഇട്ട് കൊടുത്തു. ഹാക്കിമി തുർമി തങ്ങളെ പോലുള്ള ഒരാളെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ചൊരു വിജ്ഞാനം അറിയിച്ചു കൊടുക്കുകയും മൂപ്പരതിനെ പറ്റി ഗ്രന്ഥം എഴുതുകയും ചെയ്തു. ഇബ്നു അറബി തങ്ങളെ പോലുള്ള ഒരാൾ അതിനെ വാദിക്കുകയും പിന്നീട് അത് മാറ്റുകയും മൂപ്പർ അങ്ങനത്തെ ഒരാളെ കണ്ടു എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളേ ഉള്ളൂ. എന്തിനാ അങ്ങനെ സംഭവിച്ചത്? ഞാൻ ചിന്തിച്ചു, അങ്ങനെ സംഭവിച്ചത് എന്താ പറഞ്ഞാൽ പിന്നീട് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളൊക്കെ ആ അവകാശവാദമായിട്ട് വന്നാൽ
ലോകത്ത് ഔലിയാക്കന്മാർക്ക് ഇന്നേ വരെ ഇല്ലാത്തൊരു വാദമാണ് മൂപ്പര് കൊണ്ടുവരുന്നതെന്ന് ആൾക്കാർ പറയും. അങ്ങനെ വരരുത് എന്ന് വിചാരിച്ച് മാത്രമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് എല്ലാവർക്കും പബ്ലിക്കായി അറിയുന്നൊരു കാര്യമല്ല. വളരെ കുറഞ്ഞ ആൾക്കാരിലേക്ക് അതല്ല കൊടുത്തിട്ടുള്ളൂ, മുമ്പേ കൊടുത്തിട്ടുള്ളൂ. എന്തിന്? പിന്നീട് വരുന്ന ഒരാൾ അതിനെപ്പറ്റി പറയുമ്പോൾ അത് നിഷേധിക്കാൻ പാടില്ല എന്ന കാരണം കൊണ്ട്. ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഹക്കീക്കത്തുൽ മുഹമ്മദിയെക്കുറിച്ച് വിശ്വാസങ്ങൾക്ക് ഹക്കീക്കത്തുണ്ട്, വിശ്വാസങ്ങൾക്ക് പ്രത്യേകമായൊരു ഹക്കീക്കത്തുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം മുൻകഴിഞ്ഞ ഔലിയാക്കന്മാരിൽ വളരെ റെയറായിട്ട് നമുക്ക് കാണുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് എല്ലാവർക്കും കാണാനും പറ്റുന്നില്ല. അവർ എഴുതുന്നതാട്ടോ പറയണത്, എഴുതിയത് നമ്മൾ അറിവുള്ളത് അവരനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ എന്താണത് അതിന് മനസ്സിലാവുന്നത്? അങ്ങനെ എന്തിനാ അള്ളാഹു അങ്ങനെ ഒരു ചെറിയ മട്ടത്തിൽ ഇങ്ങനെ വെളിവാക്കിയതും വലുതാക്കി വെളിവാക്കിയില്ല? എന്തുകൊണ്ടാണെന്നാൽ വലുതാക്കി വെളിവാക്കിയാൽ അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായി മാറും, എല്ലാവർക്കും ഉള്ളൊരു കാര്യമാവും. അങ്ങനെയല്ല, ഇത് പ്രത്യേകമായൊരു സാധനമാണ്. എന്നാൽ അത് അറിയിച്ചു കൊടുക്കാതിരുന്നാലോ, പിന്നീട് അത് ആരെങ്കിലും അവകാശപ്പെട്ടാൽ എനിക്ക് മുഹമ്മദിയ ഹക്കീക്കത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അനുഭവിച്ചു എന്നൊരു വലിയ പറഞ്ഞാൽ മുന്നേ ആരും അനുഭവിക്കാത്തതാണ് ഈ അനുഭവിക്കുന്നത്, അതൊക്കെ തെറ്റാണ് എന്ന് ആളുകൾ നിഷേധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അത് ഒഴിവാക്കാനും വേണ്ടിയാണ്. അള്ളാഹു ആലം. അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ അള്ളാഹുവിനുണ്ടാവാം. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഇബ്നു അറബി എത്രയോ കാലം മുമ്പ് ജീവിച്ച ആളായിട്ട് പോലും പിന്നീട് വരാനുള്ള ഹത്മിയത്തിൻ്റെ മക്കാം എത്തിച്ച ആളെ ബർസഖിൽ അദ്ദേഹം കണ്ടുമുട്ടിയെന്നും എന്നൊക്കെ പറഞ്ഞത്. അള്ളാഹുവിനറിയാം അതിൻ്റെ യുക്തി എന്താണെന്ന്. അതേസമയം അള്ളാഹുവിൻ്റെ ഇച്ഛയും യുക്തിയും ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യത്തിന് വേണ്ടി ആ ഹത്മിൻ്റെ പേരും നാടും അദ്ദേഹത്തിൽ, അതായത് ഇബ്നു അറബിയിൽ നിന്ന് അള്ളാഹു മറച്ചു വെക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്നു അറബി തങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരെന്താ, ഏത് നാടിലാണ് എന്ന് പറയുന്നത് അദ്ദേഹം കറക്റ്റ് പറയുന്ന ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ കുനിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അബുൽ അബ്ബാസ് എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്, അവസാന കാലഘട്ടത്തിലായിരിക്കും വരിക, അങ്ങനെയൊക്കെ പറഞ്ഞു. മഗ്രിബിലായിരിക്കും. പക്ഷെ ഏതാണ് കറക്റ്റ് സ്ഥലം, എന്താണ് അദ്ദേഹത്തിൻ്റെ കറക്റ്റ് പേര്, അതൊന്നും പറഞ്ഞില്ല. അതെന്താ? അതിലും അള്ളാഹുവിനൊരു ഹിക്മത്ത് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പിന്നീട് പറഞ്ഞ അത് അംഗീകരിക്കാൻ എല്ലാവർക്കും നിർബന്ധമായി മാറുമായിരുന്നു. ഇത് അള്ളാഹു എന്ത് ചെയ്തു? ഒരു റഹ്മത്ത് എന്നോണം വെച്ചു കൊടുത്തു. ആൾക്കാർക്ക് അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് എന്നാൽ മുൻകഴിഞ്ഞ ഔലിയാക്കന്മാരിൽ അതൊക്കെ പേര്, ഇങ്ങനത്തെ മഹത്തുക്കളായ ആളുകൾക്ക് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കൽ നിർബന്ധമായി മാറുമായിരുന്നു. അത് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് നിന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ എടുത്തു കളയപ്പെടുമായിരുന്നു. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ല. അതൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. ഷെഹ്റാൻ ഇമാം ഉദ്ധരിച്ചതനുസരിച്ച് ഉസ്താദ് സയ്യിദി മുഹമ്മദ് അൽ വഫായുടെ മകൻ സയ്യിദി അലിയുൽ വഫായും അത് തൻ്റെ പിതാവിന് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഒരാളാണ് ഈ പറയുന്നത്. ഒന്നാമത്തെ ഹാക്കിം തുർബീദിനെ പറ്റി പറഞ്ഞു. സ്വന്തത്തിൽ വാദിച്ച ആൾ ഹാക്കിം തുർബീദി സ്വന്തം ഞാൻ ഖാത്തമുൽ ഔലിയ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് കിതാബ് എഴുതിയെന്നുള്ളൂ. എന്നാൽ അത് വാദിച്ച ആൾ ബഹുമാനപ്പെട്ട ഇബ്നു അറബി തങ്ങൾ ഒരാൾ. രണ്ടാമത്തത് പിന്നെ ഷെയ്ഖ് മുഹമ്മദ് അൽ വഫയാണ്. ഷെയ്ഖ് മുഹമ്മദ് അൽ വഫ അത് വാദിച്ചിട്ടുണ്ട്, സ്വന്തം മകൻ അലി വഫ തങ്ങളാണ് പറയുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം അത് അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറയുകയും പ്രത്യക്ഷത്തിൽ ആ വാദത്തെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അത് വ്യക്തത അതിലൊന്നും കൊണ്ടുവന്നില്ല. അവർ വാദിച്ചു എന്ന് പറഞ്ഞു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ കൺഫ്യൂഷനുള്ള രൂപത്തിൽ പല വ്യാഖ്യാനങ്ങളും നൽകി, അങ്ങനെയൊക്കെ സംഭവിച്ചു. അതുപോലെ ദലായിൽ ഖറാത്തിന്റെ രചയിതാവായ മഹാനായ ഇമാം സയ്യിദി മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ജാസൂരി റളിയല്ലാഹു അൻഹു ഈ മക്കാമ് തൻ്റെതാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇമാം ജാസൂരി റളിയല്ലാഹു അൻഹു തങ്ങളെ ദലായിൽ ഖറാത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സലാത്തിൻ്റെ കിതാബ് 7 ദിവസം കൊണ്ട് ഹിസ്ബായിട്ട് ചൊല്ലുന്ന അതിൻ്റെ രചയിതാവായ ഇമാം ജാസൂലി തങ്ങളും താൻ ഖത്മുൽ ഔലിയാണെന്ന് പറഞ്ഞതായിട്ട് കിതാബുകളിൽ കാണാം. അതുപോലെ ദിഹ്ലത്തുൽ അയ്യാഷിയയിൽ വിവരിച്ചതനുസരിച്ച് ഷെയ്ഖ് ആരിഫ് ബില്ലാ അസ്സഫീർ ഖശാശി റളിയല്ലാഹു അൻഹു ഇത് തനിക്ക് വാദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഫീർ ഖശാശിനെ കുറിച്ച് നമ്മൾ മുമ്പ് പ്രതിപാദിച്ചിരുന്നു. അദ്ദേഹം ഷെയ്ഖ് ഷന്നാവി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുരീദാണ്. ഷത്താരിയ തുരീഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖായിരിക്കും ബഹുമാനപ്പെട്ട മുഹമ്മദ് അൽ ഗൗസ് അൽ ഖാലൂരി. ഇപ്പോൾ ഷത്താരിയ തുരീഖത്തിന് പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട സഫിയുൽ ഖശാശി. മദീനത്താണോ മൂപ്പർ ഉണ്ടായിരുന്നത്. അദ്ദേഹവും ഖത്മുൽ ഔലിയ വാദിച്ചിട്ടുണ്ട്. അന്ന് ആ കിതാബിലുണ്ട്. ഈ കാവ്യത്തിൻ്റെ വരികളെക്കുറിച്ച് ആദ്യ ചർച്ച ചെയ്ത സൂചനയിൽ നിന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതുപോലെ അൽ ഖാത്തിമുൽ അക്ബർ അൽ മുഹമ്മദി എന്നത് നമ്മുടെ ഷെയ്ഖും സയ്യിദും ഉസ്താദും ഇമാമും പരിപൂർണനായ ഷെയ്ഖും സർവ്വവ്യാപിയായ കുത്തുബും ആയ സയ്യിദന മൗലാന അബുൽ അബ്ബാസ് തിജാനി റളിയല്ലാഹു തങ്ങളാണ്. അപ്പം
കുറച്ച് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഇബ്നു അറബി തങ്ങൾ, മുഹമ്മദുൽ വഫ, ഷേഖ് ഷഫിയുൽ കശാഷി, ഇവരൊക്കെ ഖത്തമിയത്ത് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അതിൻ്റെ പരിപൂർണതയിൽ ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ എല്ലാ തെളിവോടുകൂടിയും ആ ഖത്മിയത്തിൻ്റെ മഖാമ് വെളിവാക്കിയ ആൾ നമ്മുടെ ഷെയ്ഖ് ഖുത്ബുൽ മഖ്തൂം ഖത്തമുൽ ഔലിയ സയ്യിദന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളും വിശ്വസ്തരായ ആളുകളിൽ നിന്നും യാതൊരു വ്യാഖ്യാനത്തിനുമിടയില്ലാത്ത വിധം സ്പഷ്ടമായി അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ്. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഉണർന്നിരിക്കെ തന്നെ അദ്ദേഹത്തെ അറിയിച്ചത് എല്ലാ ഖിതാബുകൾക്കും സിദ്ദീഖുകൾക്കും അറിവുള്ള ആ മഖാം ആ ഖാത്തമുൽ മുഹമ്മദി താനാണെന്നാണ്. അള്ളാഹുവിൻ്റെ മാരിഫത്തിലെ വിശാലമായ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് മുകളിൽ മറ്റൊരു സ്ഥാനമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളോട് സയ്യിദുൽ വജൂദ് പറഞ്ഞത് ഔലിയാക്കന്മാരുടെ മുഴുവൻ നേതാവായിട്ടുള്ള ആ ഖത്മുൽ ഔലിയ എന്നുള്ള മഖാമും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്കുള്ളതാണ്. അതിനേക്കാൾ ഉയർന്നൊരു സ്ഥാനം മാരിഫത്തിൻ്റെ മണ്ഡലത്തിൽ വേറില്ല. അമ്പിയാക്കന്മാരിൽ നിന്ന് പ്രവഹിക്കുന്ന എല്ലാ ദിവ്യ സഹായങ്ങളും സ്വീകരിക്കുന്നത് ആ ഖാത്തമാണ്. ഔലിയാക്കന്മാർക്ക് ആ സഹായങ്ങൾ പകർന്നു നൽകുന്നതും അദ്ദേഹമാണ്. അവരത് അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി, എല്ലാവർക്കും അറിയണമെന്നില്ല എനിക്ക് ഇവിടെ ഇതൊക്കെ കിട്ടുന്നത് ഇന്ന ആളിൽ നിന്നാണെന്ന്. പക്ഷെ അവർക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും ആ മഖാമിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത്. ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ വലിയ മഹത്വങ്ങളും കണക്കാക്കാനാവാതെ വിശേഷണങ്ങളും വേറെയുമുണ്ട്. അൽ ജാമീൻ്റെ രചയിതാവിന് ഈ കാര്യം അറിവുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു സംഭവമുണ്ട്. അതായത് കിതാബുൽ ജാമി ബഹുമാനപ്പെട്ട മുഹമ്മദ് മശ്രി തങ്ങളുടെ സയ്യിദുനാ ശൈഖ് തങ്ങളുടെ ശിഷ്യൻ മുഹമ്മദ് മശ്രി തങ്ങളാണ് അത് എഴുതിയത്. അതുപോലെ തന്നെ ജവാഹിർ മാനി എഴുതിയ അലി ഹറാജിമി തങ്ങൾ. ഈ രണ്ട് കിതാബുകളിലും സയ്യിദുനാ ശൈഖ് തങ്ങളെ ഖത്തമുൽ ഔലിയ എന്ന് വിശേഷിപ്പിക്കുന്നില്ല, പകരം കുത്തുബ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല കുത്തുബുൽ മഖ്തൂം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഖത്മുൽ ഔലിയ എന്ന് വ്യക്തമായി വിശേഷിപ്പിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് അല്ലാമ സുഖൈരി തങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. അല്ലാമ സുഖൈരി പറഞ്ഞു തൻ്റെ നെഹ്ജുൽ ഹിദായ ഫി ഖത്മുൽ വിലായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ജവാഹിർ മാനിയുടെ രചയിതാവായ മഹാനായ ഖലീഫ സയ്യിദി അൽഹാജ് അലി ഹറാജിമി ബറാദയോ റളിയല്ലാഹു അൻഹു, അതുപോലെ അൽ ജാമിയുടെ രചയിതാവായ അല്ലാമ ഇബ്നു മശ്രിയോ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ഖത്മാണെന്ന് വ്യക്തമാക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കപ്പെട്ടേക്കാം. വാസ്തവത്തിൽ അള്ളാഹു ഷെയ്ഖിനെ ആദരിച്ച മഹത്വങ്ങളും സവിശേഷതകളും പരാമർശിക്കുന്നതിൽ ജനങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചവരവരായിരുന്നു. മാത്രമല്ല പ്രസ്തുത അൽ ജാമി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് പറഞ്ഞത് ആ ഖത്മ് ഹാത്തിമിയാണെന്നാണ്. എന്നാൽ നിങ്ങളാവട്ടെ ആ പദവി ഷെയ്ഖിലേക്ക് ചേർത്ത് പറയുകയും ആ വിഷയത്തിലുള്ള ഏറ്റവും അത്ഭുതകരമായ തെളിവ് നിർത്തിക്കൊണ്ട് അതിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അപ്പം അല്ലാമ സുഖൈരി തങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ കിതാബുൽ ജാമിയിൽ ജവാഹിർ മാനിലൊന്നും അഹമ്മദ് ജാൻ തങ്ങൾ ഖത്മുൽ ഔലിയാണെന്ന് പറയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഖത്മുൽ ഔലിയാണെന്ന് സ്ഥാപിക്കുന്നത്? എങ്ങനെയാണ് എന്ന് ഇനി പറയാണ്, അവരല്ലേ പറയേണ്ടിയിരുന്നത്, എന്താ അവർ പറയാതെ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കാം. അപ്പം അതിനുള്ള മറുപടി ഇപ്രകാരമാണ്. ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവരെയും താനാണ് കുത്തുബുൽ മഖ്തൂം എന്ന് അറിയിച്ചിരുന്നു. അത് ഖത്മുൽ ഔലിയ ആണെന്ന് പറഞ്ഞില്ല, പക്ഷേ കുത്തുബുൽ മഖ്തൂം അവരാണെന്ന് പറഞ്ഞിരുന്നു. അവർ അദ്ദേഹത്തെ ആ വിശേഷണം കൊണ്ട് വർണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്മ് എന്നതിൽ ഉള്ളടക്കത്തിൽ തന്നെ ഖത്മ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അഹമ്മദ് ജാൻ തങ്ങൾ കുത്തുബുൽ മഖ്തൂം ആണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഖത്മുൽ ഔലിയ ആണെന്ന് പിന്നെ വേറെ പറയേണ്ടതില്ല എന്ന കാരണം കൊണ്ടാണ് അവർ പറയാത്തത്. കാരണം അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കുത്തുബുൽ മഖ്തൂമിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഖത്മുൽ ഔലിയ ഉണ്ട്. മറക്കപ്പെട്ട കുത്തുബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ മക്കാമാണ്. ആ മക്കാമിനുള്ളിൽ ഓൾറെഡി ഖത്മുൽ ഔലിയ എന്നുള്ള മക്കാമുണ്ട്. അതുകൊണ്ട് അത് വേറെ പറയേണ്ടതില്ലല്ലോ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എങ്കിലും അവരിരുവരുടെയും വിയോഗത്തിന് ശേഷമല്ലാതെ താനൊരു ഖത്മാണെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാരും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്തിന് മുമ്പേ വഫാത്തായവരാണ്. ആര്? ബഹുമാനപ്പെട്ട ഇബ്നു മശ്രി തങ്ങളും അലി ഹറാജിമി തങ്ങളും. അപ്പോൾ അവർ വഫാത്തായതിന് ശേഷം അഹമ്മദ് ജാൻ തങ്ങൾക്ക് ശിഷ്യന്മാരിൽ നിന്ന് അഹമ്മദ് ജാൻ തങ്ങൾ പല കൗലുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അഹമ്മദ് ജാൻ തങ്ങൾ ഖത്മുൽ ഔലിയ ആണെന്ന കൗല് അവർ വഫാത്തായതിനു ശേഷമാണ് വ്യക്തമായി സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്.
അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുത്തുബുൽ മഖ്തൂമാണെന്ന്. എന്നാൽ കുത്തുബുൽ മഖ്തൂമിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഖത്മുൽ വിലായ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണത് പറയപ്പെട്ടത്. എന്നാൽ താൻ ഖത്മുൽ ഔലിയാണ് എന്ന് വ്യക്തമാക്കി പറയുന്നത് ഒരു വഫാത്തായതിനു ശേഷമാണ്. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ അതില്ലാത്തത്. അങ്ങനെ അദ്ദേഹം, അതായത് സുക്കൈജി തങ്ങൾ തുടർന്ന് പറയുന്നു, ഒരു പക്ഷേ ഖത്മ് എന്ന മക്കാമിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാകാം ഷെയ്ഖ് റളിയല്ലാഹു തങ്ങൾ താൻ ഖത്മ് ആണെന്ന് കാര്യം ഖത്മിനു ശേഷം പ്രത്യേകമായ ജവാഹറിന്റെ രചയിതാവിനെയും ജാമീന്റെ രചയിതാവിനെയും അറിയിക്കാതിരുന്നത്. അത് അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ പറയേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച്. അതിനാൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട മറ്റെന്തെങ്കിലും കാരണമോ അല്ലെങ്കിൽ അവിടെ ജീവിതകാലത്തെ പദവി അദ്ദേഹത്തിന് പൂർണ്ണമായി പുലർന്നിട്ടില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ പദവി തന്നിലേക്ക് ചേർത്ത് പറയാൻ അദ്ദേഹത്തിന് അനുമതി ലഭിക്കാത്തത് കൊണ്ടോ ആകാം ആ പദവി അദ്ദേഹം അവരിൽ നിന്ന് മറച്ചു വെച്ചത്. ഒരു വഫാത്തിന് ശേഷം അന്ന് പറഞ്ഞല്ലോ, വഫാത്തിന് മുമ്പ് അവരോട് പറഞ്ഞില്ലല്ലോ വ്യക്തമാക്കിയിട്ട്, എന്ത് കാരണമാണെങ്കിലും. പക്ഷെ എന്ത് കാരണത്തിനാണ് പറയാത്ത നമുക്കറിയില്ല. ചിലപ്പോൾ ആ സമയത്ത് അദ്ദേഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറയാനുള്ള സമ്മതം ലഭിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തൻ്റെ സംസാരത്തിൽ എപ്പോഴും അതിലേക്ക് സൂചന നൽകാറുണ്ടായിരുന്നു. ഇനി അപ്പോൾ ഇവിടെ കുറിപ്പ് വരാൻ കാരണം അൽ ജാമീൻ്റെ രചയിതാവ് ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, കാരണം സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്തിന് ശേഷം മാത്രമേ ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നുള്ളൂ. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരെ വെളിപ്പെടുത്തി. സയ്യിദ്നാ ഷെയ്ഖിൽ നിന്നും ഇത് നേരിട്ട് കേട്ടവരിൽ പെട്ടവരാണ് ആദരണീയായ ഷരീഫ് മൗലാന അബ്ദുൽ വദ്ഗീരിയു അൽ സിജിൽമാസി റളിയല്ലാഹു അൻഹു. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യനാണ്. മഹാനവറുകൾ ആ മഹാൻ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടതാണ് ഒരു ഖത്മുൽ ഔലിയാണെന്ന്. അദ്ദേഹം അൽ ഫിലാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഒരു കുറിപ്പുണ്ട് ഇവിടെ. സയ്യിദി അഹമ്മദ് ബിൻ അബ്ദുസ്സലാം അൽ ഫിലാൽ, അദ്ദേഹം കുടുംബപരമായി വദ്ഗീരിയും വീടും താമസവും മരണവും മുഖേന ഫാസിയുമാണ്. ഫാസിയിലാണ് അദ്ദേഹം മരണപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹം ഷെയ്ഖിൻ്റെ അനുചരന്മാരിൽ ശിഷ്യന്മാരിൽപ്പെട്ടയാളാണ്. ഹിജ്റ വർഷം 1255 അദ്ദേഹം മരണപ്പെട്ടു. ബാബുൽ ഫുത്തൂഹ് എന്ന സ്ഥലത്ത് പുറത്ത് അബൂ മൈമൂന സയ്യിദി അദ്ദാരിസ് ബിൻ ഇസ്മായിൽ എന്നിവരുടെ മക്കാമിന് സമീപമാണ് അദ്ദേഹം മറവിട്ട് കിടക്കുന്നത്. അല്ലാമ സുക്കൈജി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കശ്ഫുൽ ഹിജാബ് എന്ന ഗ്രന്ഥത്തെ ജീവചരിത്ര നമ്പർ 75 അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കുക. അപ്പം സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹം സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖത്മുൽ ഔലിയ എന്ന് വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള അനുസരിച്ച് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കൊടുത്ത, അതായത് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാമ സുക്കൈജി റളിയല്ലാഹു അൻഹു തങ്ങൾ തൻ്റെ നഹ്ജുൽ ഹിദായ ഫി ഖത്മുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഷെയ്ഖിൻ്റെ സവിശേഷരായ അനുചരന്മാരിൽപ്പെട്ട അബുൽ അബ്ബാസ് സിജിൽമാസി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒരു കത്തുണ്ട്. അവരിരുവരുടെയും, അതായത് അലി തമാസിനി തങ്ങളുടെയും ഇബ്നു മശ്രി തങ്ങളുടെയും വിയോഗത്തിന് ശേഷമാണ് ഷെയ്ഖിൻ്റെ ഖതമിയ്യത്തിനെ കുറിച്ച് അദ്ദേഹം അത് രചിച്ചത്. ആ കത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ നാം കശ്ഫുൽ ഹിജാബ് എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്നെ വ്യക്തമാക്കിയതായി അദ്ദേഹം അതിൽ ഉദ്ധരിച്ച കാര്യങ്ങളിലൂടെ ഷെയ്ഖിൻ്റെ ഖതമിയ്യത്ത് തെളിയിക്കാൻ അത് തന്നെ മതിയായതാണ്. അപ്പോൾ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നിന്ന് കേട്ട് എഴുതിയതാണല്ലോ ആ കത്ത്. അപ്പോൾ അത് തന്നെ മതി ഷെയ്ഖ് അത് അവകാശപ്പെട്ടിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് ജവാഹർ മാനിയിലും അതുപോലെ കിതാബുൽ ജാമിയിൽ ഇല്ലെങ്കിൽ പോലും, കാരണം അത് രചിച്ച രണ്ടാൾക്കാരും വഫാത്തായതിനു ശേഷമാണ് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് കേട്ട് ഈ മനുഷ്യൻ ഇത് എഴുതിയത്, ഈ മഹാൻ. കൂടാതെ ഷെയ്ഖിൻ്റെ സവിശേഷമായ മറ്റ് അഹബാബിങ്ങൾ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ ആ പദവി നൽകി വിശേഷിപ്പിച്ചത് നാം കണ്ടതാണ്. അങ്ങനെ അവർ തന്നെ ആ പദവിയെ കൊണ്ട് വിശേഷിപ്പിച്ചത് ഷെയ്ഖ് എതിർത്തിട്ടുമില്ല. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ തന്നെ മറ്റ് ശിഷ്യന്മാർ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഖത്മുൽ ഔലിയ എന്ന് വിശേഷിപ്പിച്ചിട്ട് എഴുതുമ്പോൾ ആ എഴുതിയത് സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടിട്ട് എതിർത്തിട്ടുമില്ല. അത് മറ്റൊരു തെളിവാണ്. ഒന്ന്, സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി എഴുതിയ ഒരു കത്ത് അതിൻ്റെ തെളിവാണ്. രണ്ടാമത്തത്, മറ്റുള്ളവർ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും അതിൻ്റെ തെളിവാണ്. ഇനി ഇതൊന്നും തെളിവില്ലെങ്കിലും കുത്തുബുൽ മഖ്തൂം എന്നുള്ള മക്കാമിൻ്റെ ഉള്ളിൽ ഖത്മുൽ ഔലിയ എന്നുള്ള മക്കാമുണ്ട് എന്നത് തന്നെ മഹാനവറുകൾ ഖത്മുൽ ഔലിയ എന്നുള്ളതിൻ്റെ തെളിവാണ്. ചുരുക്കത്തിൽ വഫാത്ത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷെയ്ഖുനാ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ആ പദവി ഉണ്ടെന്ന കാര്യത്തിൽ ഏകകണ്ഠേനമായി യോജിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അവർ രണ്ടുപേർ പോലും ഭിന്നാഭിപ്രായക്കാരില്ല. ഇത് പിന്നീട് എല്ലാ നാടുകളിലുമുള്ള അസ്ഹാബുകളുടെയും ഇഖ്വാനികളുടെയും ഇടയിൽ പ്രത്യേകക്കാരും പൊതുവായവരും ഒരുപോലെ സംസാരിക്കുന്ന കാര്യമായി മാറി. അതിനാൽ ഇത് നിഷേധിക്കുന്നവരാരായാലും അവരെ ഗൗനിക്കേണ്ടതില്ല. ഇതിപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യന്മാരൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്.
മൊത്തം എല്ലാവരും മഷഹൂറായ ഒരു കാര്യമാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഖാത്തമുൽ ഔലിയ എന്നുള്ള മക്കാം അവകാശപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ഉസൂലിൻ്റെ പണ്ഡിതന്മാർ തർജീഹിൻ്റെ, അതായത് ശക്തിയേറെ അഭിപ്രായം തിരഞ്ഞെടുക്കലിൻ്റെ മാർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സ്ഥിരീകരിക്കുന്ന ആൾ നിഷേധിക്കുന്ന ആളെക്കാൾ മുൻഗണന അർഹിക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാൾ ഒരു മക്കാം അവകാശപ്പെടുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്തിട്ട് വേറൊരാൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഈ സ്ഥാപിച്ച ആളുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് നിഷേധിച്ച ആളുകൾക്കാളും എന്ന് ഉസൂലിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ഥിരീകരിക്കുന്ന വ്യക്തിയുടെ പക്കൽ നിഷേധിക്കുന്ന ആളെക്കാൾ അധികമായ അറിവ് ഉണ്ട്. ഈ മക്കാമിലെ ഹതമിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹാത്തം പ്രകടമാക്കിയ പൂർണ്ണതയോടെ മറ്റൊരാൾ അവിടെ വെളിപ്പെടുകയില്ല എന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിന് ശേഷം ഒരു വലിയും ഉണ്ടാവുകയില്ല എന്നല്ല അതിനർത്ഥം. കാരണം അങ്ങനെയുള്ള അർത്ഥം നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും മക്കാമിൻ്റെ ഹതമിയത്തിന് മാത്രമാണുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അതിന് ശേഷം നബി ഇല്ല എന്ന് പറയാൻ പറ്റൂ. എന്നാൽ വിലായത്തിലെ ഖത്തമിന് അതിന് ശേഷം ഔലിയാക്കന്മാരുണ്ടാവും, ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലൂടെ അത് അവസാനിച്ചിരിക്കുന്നു. അവിടത്തേക്ക് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോ റസൂലോ ഇല്ല. എന്നാൽ ഈ മക്കാമിലെ ഹതമിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ശേഷം ആ സ്ഥാനത്ത് മറ്റാരും വെളിപ്പെടുകയില്ല എന്നതാണ്. ബാഹ്യവും ആന്തരികവുമായ രണ്ട് വിഭാഗങ്ങളിലുമുള്ള വിലായത്തിൻ്റെ പദവിയിലുള്ള ഖതമിയത്ത് എന്നതിൻ്റെ അർത്ഥം നാം മുമ്പ് പറഞ്ഞത് തന്നെയാണ്. അതായത് ആ പദവിയിൽ അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ അദ്ദേഹം പ്രകടിപ്പിച്ചതുപോലുള്ള പൂർണ്ണതയോടെ മറ്റൊരാളും വെളിപ്പെടുകയില്ല എന്നതാണത്. അതിനാൽ താങ്കളത് നന്നായി മനസ്സിലാക്കുക. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ യാതൊരു സംശയവുമില്ലാതെ ഈ ഉന്നതമായ പദവിയുടെ ഉടമയാണെന്ന് നീതിമാനായ ഒരു സ്നേഹിതന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തെളിവുകളിൽ ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ത്വരീഖത്തിലെ അനിവാര്യമായ വദീഫകളിൽ ഉൾക്കൊള്ളുന്ന ദിക്റുകളിൽ ഒന്നായ സലാത്ത്. അതായത് ഒരു മനുഷ്യൻ നീതിപൂർവ്വം നോക്കുകയാണെങ്കിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഔലിയാക്കന്മാരിൽ ഏറ്റവും ഉന്നതനായ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ത്വരീഖത്തിലെ വദീഫൻ്റെ ദിക്റിലേക്ക് നോക്കിയാൽ മതി. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സലാത്ത് നോക്കിയാൽ മതി. അതേതാ? അത് ജൗഹറത്തുൽ കമാലാണ്. ജൗഹറത്തുൽ കമാൽ എന്നുള്ള സലാത്ത് മാത്രം മതി സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഖത്മുൽ ഔലിയാണെന്ന് മനസ്സിലാക്കാൻ. കാരണം അതിൻ്റെ രഹസ്യങ്ങളും അർത്ഥങ്ങളും ആസ്വദിക്കാൻ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിച്ചവർക്ക് അത് വളരെ വ്യക്തമായ ഒരു തെളിവാണ്. കൂടാതെ അതിൻ്റെ ഘടനയുടെ സൂചനകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവയിൽ ചിലത് വെളിപ്പെട്ട് കിട്ടിയവർക്കും ഇതൊരു തെളിവാണത്. അതായത് പൂർണ്ണതായ പ്രത്യേകക്കാരിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ലെന്ന് പറയപ്പെടുന്ന വിധത്തിലുള്ള ഒരു സവിശേഷമായ പാനീയം ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്കുണ്ടെന്ന് അതിലൂടെ വ്യക്തമാണ്. നമ്മൾ ജൗഹറത്തുൽ കമാൽ ഇങ്ങനെ ഓതും, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ ഐനി റഹ്മത്തി റബ്ബാനിയത്തി വയാഖൂവത്തിൽ മുതഹഖഖത്തി ഹായിത്തത്തി ബർക്കത്തി ഫുഹൂമി മആനി വനൂരിൽ അഖ്വാൽ മുതഖവ്വിനത്തിൽ ആദമി സാഹിബി ഖുർബാനി അൽ ബർഖൽ അസ്തൈ. ഇതിങ്ങനെ പറയുമ്പോൾ ഹഖീഖത്തുൽ മുഹമ്മദിയയുടെ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഉന്നതമായ രഹസ്യങ്ങളടങ്ങിയ പല കാര്യങ്ങളുമാണ് ഈ വാക്കുകളിലൂടെ പറയുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കൊന്നും മനസ്സിലാവില്ല. ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ ഇത്രത്തോളം വ്യക്തതയോടുകൂടി, ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ ഇത്രത്തോളം കോഡ് ലാംഗ്വേജോടുകൂടി സംസാരിച്ച മറ്റൊരു സലാത്ത് ഉണ്ടാവില്ല. അത്രയും വ്യക്തമായി ഹഖീഖത്തുൽ മുഹമ്മദിയെ സംസാരിച്ച ഒരു സലാത്താണത്. എന്നാൽ ഈ സലാത്തിൽ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളും അതിലടങ്ങിയിട്ടുള്ള ഹഖീഖത്തുൽ മുഹമ്മദിയൻ്റെ വെളിപാടുകളും മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളെ ഖത്മുൽ ഔലിയാണെന്ന്. കാരണം അവർക്ക് ഈ സലാത്ത് കിട്ടിയിട്ടുണ്ട്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പ്രത്യേകമായ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ജൗഹറത്തുൽ കമാൽ വന്നത്. ഈ കാരണത്താൽ തന്നെ നബിമാരുടെ സത്തകളിൽ നിന്നൊഴുകുന്ന സഹായങ്ങൾ സ്വീകരിക്കുന്നതിനായി അദ്ദേഹം സജ്ജമാവുകയും ചെയ്തു. കൂടാതെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്പൂർണ്ണ ഖലീഫയാകാൻ അദ്ദേഹം അർഹനാവുകയും ചെയ്തു. നമ്മുടെ സഹോദരനും നേതാവും അള്ളാഹുവിൻ്റെ ആരിഫും ആയ സയ്യിദി ഉബൈദ ബിൻ സയ്യിദി മുഹമ്മദ് സഗീർ റളിയല്ലാഹു അൻഹു പ്രസ്തുത സലാത്തിൻ്റെ ജൗഹറത്തുൽ കമാലിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളും മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് തക്കതാ പ്രതിഫലം നൽകുകയും അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഉപകാരം നൽകുകയും ചെയ്യട്ടെ. ഞാൻ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച ചില കൂട്ടുകാരുമായി ചർച്ചകൾ
നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതിയോടെ മറ്റ് സലാത്തുകളിൽ നിന്ന് മാറി ശൈഖ് റളിയല്ലാഹു അൻഹു സലാത്തുൽ ഫാത്തിഹ ലിമാ ഉലിക വൽ ഖാതിമ ലിമാ സബക എന്ന സ്വലാത്തിലേക്ക് മടങ്ങിയതിലും തൻ്റെ ത്വരീഖത്തിൽ അനിവാര്യമായ ദിക്റിൽ ഒന്നായി അതിനെ പ്രത്യേകമായി നിശ്ചയിച്ചതിലും ഒരു വലിയ ആത്മീയമായ സൂചനയുണ്ട്. അതാണ് ഈ ത്വരീഖത്തിൻ്റെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ ഖത്മുൽ മുഹമ്മദിയാകുന്നു എന്നത്. അതായത് നമ്മളോട് മറ്റ് സലാത്തുകളൊക്കെ ചൊല്ലുന്നതിന് പകരം മറ്റ് ദിക്റുകളൊക്കെ കുറേ മുഴുകുന്നതിന് പകരം സലാത്തുൽ ഫാത്തിഹയിൽ മുഴുകണമെന്നും നമ്മൾ ഔറാദുകളിൽ സലാത്തുൽ ഫാത്തിഹയാണ് പ്രധാനമായി ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞതും ഇതിൻ്റെ ഉടമയായ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഖത്മുൽ ഔലിയാണെന്നുള്ളതിന് തെളിവാണ്. കാരണം റസൂലുള്ളാഹിങ്ങളെ ഹഖീഖത്തുൽ മുഹമ്മദിയ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് സലാത്തുൽ ഫാത്തിഹ. അത് സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾക്കാണ് കൊടുത്തത് മാത്രമല്ല, അതാണ് ഈ ത്വരീഖത്തിൻ്റെ അടിസ്ഥാന ദിക്ർ, വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അടിസ്ഥാനം തന്നെ അതാവുമ്പോൾ അതിനർത്ഥം ഈ ഷെയ്ഖ്, ഇത് നൽകപ്പെട്ട ഷെയ്ഖ് ഔലിയാക്കന്മാരിൽ ഏറ്റവും ഉന്നതന സ്ഥാനീയനാവണം. ഹഖീഖത്തുൽ മുഹമ്മദിയയിൽ അദ്ദേഹത്തോളം ആയം ലഭിച്ച ആൾ വേറെ ആരും ഉണ്ടാവാതിരിക്കണം. അങ്ങനെ ആവുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നതിന് തെളിവാന്ന് പറയാം. അങ്ങനെ ആ സുഹൃത്തിൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായും സ്വീകാര്യത നേടി. പിന്നീട് ജൗഹറിയുടെ വ്യാഖ്യാനത്തിൽ നാം മുമ്പ് സൂചിപ്പിച്ച സയ്യിദിൻ്റെ വാക്കുകളും ഞാൻ വായിച്ചപ്പോൾ ആ സുഹൃത്തിൻ്റെ വാക്കുകൾക്ക് ഞാൻ ഹൃദയത്തിലുള്ള സ്ഥാനം കൂടുതൽ വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഉന്നതമായ ആത്മീയ സൂചന ഇതിലൂടെ എന്നിൽ കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. പ്രത്യേകിച്ചും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ചില അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ സവിശേഷ വ്യക്തിത്വങ്ങളും സലാത്തുൽ ഫാത്തിഹ ലിമാ ഉലിക എന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ ധാരാളം കേൾക്കാറുണ്ട്. ഈ സലാത്തിൽ ഈ ത്വരീഖത്തിൻ്റെ രഹസ്യമുണ്ട്. അത് സലാത്തുൽ ഫാത്തിഹയിൽ തന്നെ നമ്മൾ ത്വരീഖത്തിൻ്റെ രഹസ്യമുണ്ട്. ആരെങ്കിലും സലാത്തുൽ ഫാത്തിഹ നന്നായിട്ട് കൊണ്ടെടുക്കണം, അതിൻ്റെ ബാധ്യതയോടു കൂടി അതിൻ്റെ ഉടമസ്ഥനോടുള്ള സ്നേഹത്തോടു കൂടി ആ സലാത്തുൽ ഫാത്തിഹയിൽ മുഴുകിയാൽ ത്വരീഖത്തിൻ്റെ രഹസ്യത്തിലേക്ക് അവനെത്തും. സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹത്മിയത്തിലേക്ക് അവരെത്തും എന്നുള്ളത് തീർച്ചയാണ്. അതിനാൽ താങ്കൾ ഇത് നന്നായി മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ഉൾക്കാഴ്ച തുറന്നു തരികയും അവൻ്റെ അറിവിൻ്റെ പ്രകാശങ്ങളാൽ നമ്മുടെ രഹസ്യങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ. സത്യത്തെ സത്യമായി നമുക്ക് കാണിച്ചു തരികയും അത് പിൻപറ്റുന്നതിൽ നേർവഴിയും സത്യസന്ധതയും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഖുതുബിയ്യത്ത് എന്ന പദവിയിൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പ്രത്യേകം ലഭിച്ച ഇത്തരം കാര്യങ്ങളും അതിന് സമാനമായവയും അറിയുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഷെയ്ഖ് മഹ്മൂദ് അൽ ഖുർദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളുടെ സത്യസന്ധത താങ്കൾക്ക് കൂടുതൽ വ്യക്തമാവും. ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖായ മുഹമ്മദ് അൽ ഖുർദി റളിയല്ലാഹു അൻഹു സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖുതുബാനിയത്ത് തേടിയപ്പോൾ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ കുത്തുബിനെക്കാളും അധികരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. കുത്തുബല്ല, നിങ്ങൾ കുത്തുബിനേക്കാൾ അധികരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അധികരിച്ച കാര്യങ്ങൾ എന്താ? അത് ഖത്മിയ്യത്താണ്. അപ്പോൾ അത് ഉണ്ട്, ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടും. മുമ്പ് സൂചിപ്പിച്ച അർത്ഥതലത്തിലുള്ള ഖത്മിയ്യത്ത് എന്ന പദവി ഇനി വരുന്ന വരികളിൽ സൂചിപ്പിക്കാൻ പോകുന്ന ഖത്മിയ്യത്ത്, അതായത് രഹസ്യമായ സ്ഥാനം എന്ന പദവി ലഭിച്ചവർക്ക് മാത്രം പ്രത്യേകമായ ഒന്നായതിനാൽ അവ രണ്ടിൻ്റെയും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ പരസ്പരം ഇരിക്കുന്നുവെന്ന് താങ്കൾ അറിയുക. ആ സംസാരം വായിക്കുന്ന ഒരാൾക്ക് ആ രണ്ട് യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയാൻ പ്രയാസമാകുന്ന വിധത്തിലാണ് അതുള്ളത്. അതിനാൽ അവ രണ്ടും ഒരൊറ്റ യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം വിചാരിച്ചേക്കാം. അള്ളാഹു തആലക്ക് സ്തുതി. മുമ്പ് കഴിഞ്ഞുപോയ ചർച്ചയിൽ നിന്ന് ഖത്മിയ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള സൂചനകൾ താങ്കൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിന് തുടർന്ന് വരുന്ന 2 ബൈത്തുകളുടെ വിശദീകരണത്തിൽ ഖത്മിയ്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നാം താങ്കൾക്ക് പറഞ്ഞു തരാം. അതിലൂടെ ആ 2 യാഥാർത്ഥ്യങ്ങൾക്കുമിടയിലുള്ള വ്യത്യാസം താങ്കൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹുവാണ് അവൻ്റെ ഔദാര്യം കൊണ്ട് തൗഫീക്ക് നൽകുന്നവൻ. അപ്പോൾ ഖുതുബാനിയത്ത് എന്താണെന്ന് വിശദീകരിച്ചു മഹാനവറുകൾ. ഖത്മിയ്യത്ത് എന്താണെന്ന് വ്യക്തമായി വിശദീകരിച്ചു. ഇനി ഖത്മിയ്യത്തിനെ കുറിച്ച് പറയുന്നത് ഖത്മിയ്യത്ത് കാഫാണ് കേട്ടോ, മറ്റേ ഖത്മിയ്യത്താണ്. അപ്പോൾ ഇത് അപ്പോൾ ഖത്മിയ്യത്ത് ഖത്തമ് എന്നുള്ളതാണ്, ഖത്മ് എന്നുള്ളതാണ്. അപ്പോൾ ഖുതുബാനിയത്ത് എന്താണെന്ന് പറഞ്ഞു, ഖത്മിയ്യത്ത് എന്താണെന്ന് പറഞ്ഞു. ഇനി ഖത്മിയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പല സ്ഥലത്തും ഖത്മിയ്യത്തും മാറി മാറി ഉപയോഗിക്കുകയും ആളുകൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബുഗിയത്തുൽ മുസ്തഫീദ് അറബി ഇബ്നു സാഹിദ് വ്യക്തമായി വിശദീകരിച്ച് മാറി വിശദീകരിച്ച് തന്നത്. ഖുതുബ എന്താന്ന് പറഞ്ഞു തന്നു, അതിലൂടെ അങ്ങനെ ഖത്മിയ്യത്തിന് വിശദീകരിച്ചു. ഇനി ഖത്മിയ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ 3 നമുക്ക് വേറെ വേറെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്
നമ്മൾ സയ്യിദുനാ ശൈഖുറുല്ലാഹ് തങ്ങളുടെ മഹത്വം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. നമ്മളിതൊക്കെ എന്തിനാണ് ഇങ്ങനെയും ഔലിയാക്കന്മാരുടെ ദർജയൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, മശായിഖന്മാരെ വലുപ്പം മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ആ വലുപ്പം മനസ്സിലാക്കുമ്പോൾ അവരോടുള്ള മഹത്വവും അവരോടുള്ള ബഹുമാനവും അവരുടെ ത്വരീക്കത്തിനോടുള്ള ബഹുമാനവും അത് നമുക്ക് ലഭിച്ചതിലുള്ള നന്ദിയും ഒക്കെ നമ്മളിലുണ്ടാവും. അതാണ് നമ്മളെ ആത്മീയമായ യാത്രയുടെ അടിസ്ഥാനം. നമ്മൾ ആത്മീയമായ യാത്ര മുന്നോട്ട് പോകുന്നത് നമ്മൾ കുറേ ദിക്ർ ചൊല്ലിയുണ്ടല്ല, അതിൽ പ്രധാനപ്പെട്ടതാണെങ്കിലും നമ്മൾ മശായിഖന്മാരെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു ബോധം ഉണ്ടാവുമല്ലോ, നമ്മൾ ശൈഖ് ആരാന്നുള്ള ചിന്ത, അത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ആത്മീയമായ യാത്ര ചെയ്യുക. എത്രത്തോളം അതിൽ നമ്മൾ കുറവ് വരുന്നു അതിനനുസരിച്ച് നമ്മൾ യാത്രയും സ്പീഡ് കുറയും. ശൈഖിനെ കുറിച്ചുള്ള മഹത്വം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം നമ്മൾ സ്പീഡ് കൂടും. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയത്, അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഈ അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഔലിയാക്കന്മാരെ കുറേ റാങ്കുകൾ മനസ്സിലാക്കി മാർക്കിട്ട് പോകുന്നല്ല. അതിലൂടെ നമ്മൾ ശൈഖിൻ്റെ മഹത്വം മനസ്സിലാക്കുക. ആ മഹത്വം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് അവരെ പറ്റിയുള്ളൊരു നല്ലൊരു ധാരണ ഉണ്ടാവുക. അതിലൂടെ അവരെ ബദൽ നമ്മളിലേക്ക് ഒഴുകുക. അങ്ങനെ നമ്മൾ നന്നാവുക, നമ്മൾ ആത്മീയമായ യാത്ര നന്നായി തീരുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഈ ഗ്രന്ഥം ബുഗിയത്തുൽ മുസ്തഫീദും മിറാഅൽ റായിസും ഒക്കെ വായിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖാണ്. ഇതിൻ്റെ നമ്മുടെ ത്വരീഖത്തിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും കോറായ വിഷയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. അത് ഈ മഹത്തുക്കളായ ഇമാമിങ്ങൾ ഈ ത്വരീഖത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവികൾ അലങ്കരിച്ചവരായി നിന്നതുകൊണ്ട് മാത്രമാണ്. ഒരു സാധാരണ മുഖദ്ദമീങ്ങളൊന്നുമല്ല. അറബി ഷാഹി തങ്ങളും അതുപോലെ തന്നെ ഹസൻ ബാക്കലി തങ്ങളൊക്കെ ഇതിൻ്റെ ഏറ്റവും ഉന്നതരായ ഖലീഫന്മാരാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ തൗഫീഖിന് സ്തുതി. ഇനി അള്ളാഹു അത് വർദ്ധിപ്പിച്ചിരട്ടെ.